ഭാരത് അമൃത് മഹോത്സവ് എന്ന് പറയുന്ന ഇന്ത്യയുടെ 75-ാം വാർഷികം, സ്വാതന്ത്ര്യം കിട്ടിയിട്ടുള്ള 75-ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള ഈ പരിപാടിയിൽ ഇന്ന് 8ാമത്തെ ടോക്കാണ്. അതിൽ ഇന്ന് വേണ്ടി ക്ലാസ് തരുന്നത് ശ്രീ എൽപിൻ ആൻഡ്രൂസ് ആണ്, സയന്റിഫിക് അസിസ്റ്റന്റ്. അദ്ദേഹം വർക്ക് ചെയ്യുന്നത് ഡോപ്ലർ വെതർ റഡാർ IMD-യുടെ കൊച്ചിയിലുള്ള ഓഫീസിലാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഡോപ്ലർ വെതർ റഡാർ എന്താണെന്നും അതിൻ്റെ ടെക്നിക്കൽ ഡീറ്റെയിൽസും എന്നിട്ട് പ്രിൻസിപ്പിൾ, അതിൻ്റെ യൂസസ് എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളതും ഇപ്പോൾ കേൾക്കാം. ഡൗട്ട്സ് എല്ലാം അപ്പോൾ വേണമെങ്കിലും ചോദിക്കാം, അല്ലെങ്കിൽ അവസാനം ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം. ഓക്കെ. ഗുഡ് ആഫ്റ്റർനൂൺ എവരിവൺ. എൻ്റെ പേര് എൽഫിൻ ടി ആൻഡ്രൂസ്. മിനി മാഡം പറഞ്ഞ പോലെ ഞാൻ കൊച്ചിയിലെ റഡാർ സ്റ്റേഷനിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഇന്ന് ബേസിക്കലി സ്റ്റുഡൻസിന് വേണ്ടിയുള്ള ഒരു അവയർനെസ് സെഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം പവർ പോയിന്റ് പ്രസന്റേഷൻ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും വ്യക്തമാകുന്നില്ലെന്നുണ്ടെങ്കിലും നമ്മളോട് നേരിട്ട് ചോദിക്കാം. അതിന് മടിയൊന്നും വിചാരിക്കേണ്ട. ഓക്കെ, അങ്ങനെയാണ് പ്രസന്റേഷൻ സ്റ്റാർട്ട് ചെയ്യുവാണ്. ആദ്യമായിട്ട് കാലാവസ്ഥ റഡാറിനെ പറ്റി പറയുമ്പോൾ എന്താണ് റഡാർ എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കണം. എങ്ങനെയാണ് റഡാർ എന്ന് പറയുന്നൊരു ടെക്നോളജി കാലാവസ്ഥ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ വെതർ ഫോർകാസ്റ്റിങ്ങിന് ഇത്ര അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു ടൂളായി വന്നെന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ശരിക്കും റഡാർ എന്താണ് എന്ന് മനസ്സിലാക്കണം. ഞാൻ PPT-യിൽ നിന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഇത്രത്തോളമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റുമെന്ന് കരുതുന്നു. ആദ്യമായിട്ട് നമ്മൾ എന്താണ് റഡാർ എന്ന് മനസ്സിലാക്കുന്നു. അതിനുശേഷം എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് റഡാർ, ഒരു റഡാർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുന്നു. അതിനുശേഷം റഡാറിന്റെ ചരിത്രം, അതായത് ഈ റഡാർ എന്നുള്ള ടെക്നോളജി എങ്ങനെയാണ് ഇപ്പോഴുള്ള കറണ്ട് ഒരു ടൈമിൽ എത്രത്തോളം ഡെവലപ്പ് ചെയ്തു വന്ന അതിന്റെ ഒരു ചരിത്രം ബേസിക്കലി അതിന്റെ ഒരു സ്റ്റാർട്ടിങ് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കുന്നു. അതിനുശേഷം റഡാറിന്റെ വേരിയസ് യൂസസ്, പല ഉപയോഗങ്ങൾ, ഇപ്പം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ ഉപയോഗിക്കുന്നത് പോലെ തന്നെ വളരെ വളരെ എക്സ്റ്റെൻസീവ് ആയിട്ട് വളരെ വിപുലമായിട്ട് പല ഏരിയാസിലും റഡാർ ഉപയോഗിക്കുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കുന്നു. പിന്നീട് നമ്മുടെ മെയിൻ ടോപ്പിക് ആയിട്ടുള്ള കാലാവസ്ഥ റഡാറിലോട്ട് വരുന്നു. കാലാവസ്ഥ റഡാർ ഏത് തരത്തിലുള്ള കാലാവസ്ഥ റഡാർ ഉണ്ട്, അത് ഏതൊക്കെ ഉപയോഗത്തിന് ഏത് തരത്തിലാണ് ഏത് റഡാറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, പിന്നെ അതിൽ നിന്നുണ്ടാകുന്ന പ്രോഡക്ട്സ്, അതായത് ഇതിന്റെ ഇമേജസ്, മെയിനായിട്ട് നമ്മൾ ഇമേജസ് എന്ന് പറയും, അതിൽ നിന്നും ചിത്രങ്ങളാണ് കൂടുതലായിട്ട് വരുന്നത്. അതുകൂടാതെ അതിന് ന്യൂമറിക്കൽ ഡാറ്റ, അതായത് അളവ് ചേർന്നിട്ടുള്ള നമ്പറുകളും ഡേറ്റയും വരുന്നുണ്ട്. അങ്ങനെയുള്ള ഡേറ്റാസ് അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് അവസാനമായിട്ട് കാണുന്നത്. ഓക്കെ, എന്താണ് റഡാർ? റഡാർ എന്ന് പറയുന്ന അക്രോണിയം എക്സ്പാൻഡ് ചെയ്താൽ റേഡിയോ ഡിറ്റക്ഷൻ ആൻഡ് റേഞ്ചിങ് എന്ന് പറയും. അതായത് അകലെയുള്ള വസ്തുക്കളെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്, അതായത് വൈദ്യുത കാന്തിക തരംഗങ്ങൾ ഉപയോഗിച്ച് അകലെയുള്ള വസ്തുക്കളെ കണ്ടെത്തുകയും ഡിറ്റക്ട് ചെയ്യും അവയുടെ റേഞ്ച് മനസ്സിലാക്കി, അതായത് ദൂരെ എത്രത്തോളം അകലെയാണ് അത് എന്ന് മനസ്സിലാക്കുന്ന ഒരു ഡിവൈസ് ആണ് റഡാർ എന്ന് പറയുന്നത്. ആ റേഡിയോ ഡിറ്റക്ഷൻ ആൻഡ് റേഞ്ചിങ്ങിനകത്തെ റേഡിയോ എന്ന് പറയുന്ന ടേം നമ്മൾ ഉപയോഗിക്കുന്ന തരംഗങ്ങൾ, അതായത് ഏത് ഫ്രീക്വൻസിയിലുള്ള തരംഗങ്ങൾ. നമുക്ക് എല്ലാവർക്കും അറിയാം, ഫിസിക്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം, അതായത് ഇലക്ട്രോ മാഗ്നറ്റിക് വൈദ്യുത കാന്തിക തരംഗങ്ങൾ അതിന്റെ ആവൃത്തി അഥവാ ഫ്രീക്വൻസി കുറയുന്നത് മുതൽ കൂടുന്ന വരെയുള്ള ഒരു സ്പെക്ട്രം ആയിട്ടാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന പല സാധനങ്ങളും ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഏറ്റവും ചെറിയ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ. ആ മൊബൈൽ ഫോൺ ഒരു പ്രത്യേക ഫ്രീക്വൻസി അഥവാ ആവൃത്തിയിലുള്ള ഒരു വൈദ്യുത കാന്തിക തരംഗമായിട്ടാണ് നമ്മുടെ ഫോണിലേക്ക് വരുന്നത്, അതിന്റെ സിഗ്നലുകൾ. അതുപോലെ പല ഫ്രീക്വൻസി അഥവാ ആവൃത്തിയുള്ള വൈദ്യുത കാന്തിക തരംഗങ്ങളുണ്ട്. അപ്പൊ റഡാറിന് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്ന റേഡിയോ വേവ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ആയിട്ടുള്ള ഒരു വൈദ്യുത കാന്തിക തരംഗമാണ്. അപ്പൊ ആദ്യമായി റഡാർ കണ്ടുപിടിച്ച സമയത്ത് ഉപയോഗിച്ചിരുന്ന തരംഗങ്ങളും ഈ റേഡിയോ വേവ്സ് ആയിരുന്നു.
കാരണം അന്നത്തെ ടെക്നോളജി അനുസരിച്ച് ഏറ്റവും കൂടുതൽ സ്റ്റഡി നടന്നിരുന്നത്, ഏറ്റവും കൂടുതൽ ഈസി ആയിട്ട് പഠനം നടത്താൻ പറ്റിയുള്ള സിഗ്നൽ പറഞ്ഞാൽ റേഡിയോ വേവ്സ് ആയിരുന്നു. അപ്പം അന്ന് റേഡിയോ വേവ്സ് ഉപയോഗിച്ച് രണ്ടാമത്തെ ടേമാണ് ഡിറ്റക്ഷൻ നമ്മൾ കണ്ടെത്തുക, ആൻഡ് റേഞ്ചിങ് എത്രത്തോളം അകലെയാണ്, അതായത് ദൂരപരിധി എത്രയാണ് എന്ന് മനസ്സിലാക്കുക. അപ്പം റഡാർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു റിമോട്ട് സെൻസിങ് ഉപകരണമാണെന്നാണ് പറയുന്നത്. നമ്മൾ നിത്യോപയോഗ സാധനങ്ങൾ പല മെഷർമെന്റ് നമ്മൾ എടുക്കാറുണ്ട്. ഏറ്റവും എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ നമ്മുടെ വീട്ടിലെ കറണ്ട് മെഷർ ചെയ്യുന്ന ഒരു വാട്ട് അവർ മീറ്റർ നമ്മുടെ വീടിന്റെ പുറത്ത് വെച്ചിട്ടുണ്ടാവും. ആ മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡയറക്റ്റ് സെൻസിങ് ഉപകരണം എന്ന് പറയും, അതൊരു റിമോട്ട് സെൻസിങ് അല്ല. അതിന്റെ വ്യത്യാസം എന്തെന്ന് വെച്ചാൽ അതിനകത്തൂടെ പാസ് ചെയ്യുന്ന കറണ്ടാണ് അത് മെഷർ ചെയ്യുന്നത്. അപ്പൊ ആ കറണ്ട് വരുന്ന ലൈനിൽ അല്ല ആ മീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനകത്തെ കറണ്ട് എത്രത്തോളം പോകുന്നുണ്ടെന്ന് മെഷർ ചെയ്യാൻ പറ്റില്ല. അതേസമയം റഡാർ ഒരു റിമോട്ട് സെൻസിങ് ഉപകരണം. റിമോട്ട് സെൻസിങ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ കോണ്ടാക്ട് ഇല്ലാതെ തന്നെ നമുക്ക് എന്താണോ മെഷർ ചെയ്യേണ്ടത് അത് മെഷർ ചെയ്യുന്ന ഉപകരണങ്ങൾക്കാണ് റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും സുപരിചിതമായുള്ള റിമോട്ട് സെൻസിങ് ആണ് നിങ്ങളുടെ കയ്യിലുള്ള മൊബൈലിലെ ക്യാമറ ലൈറ്റിനെ സെൻസ് ചെയ്തിട്ടാണ് ഇമേജ് എടുക്കുന്നത്. ഒരാളുടെ ദേഹത്ത് പോയി മുട്ടിക്കേണ്ട കാര്യമില്ല ക്യാമറ ഫോട്ടോ എടുക്കാനായിട്ട്. മറ്റൊരു എക്സാമ്പിൾ ആണ് തെർമോമീറ്റർ രണ്ട് തരത്തിലുണ്ട്. ഇപ്പൊ ഞാൻ കാണിച്ചിരിക്കുന്ന ഇമേജിലെ രണ്ട് തെർമോമീറ്ററും ഒന്ന് ഡയറക്റ്റ് മെഷറിംഗ് തെർമോമീറ്റർ, അതായത് നമ്മുടെ കയ്യിലോ അല്ലെങ്കിൽ വായിലോ വെച്ച് ചൂട് മനസ്സിലാക്കുന്ന മെർക്കുറി തെർമോമീറ്റർ. ഇതൊരു ഡയറക്റ്റ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്, ഇത് റിമോട്ട് സെൻസിങ് അല്ല. അതേസമയം അതേ തെർമോമീറ്ററിന്റെ റിമോട്ട് സെൻസിങ് വെർഷൻ ആണ് നമ്മളിപ്പം കൊറോണ വന്നതിന് ശേഷം എല്ലാവർക്കും സുപരിചിതമായിട്ടൊരു സാധനമാണിത്, ഇൻഫ്രാറെഡ് തെർമോമീറ്റർ. അതൊരിക്കലും രോഗിയുടെ അല്ലെങ്കിൽ ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്ന ആളുടെ ശരീരമായിട്ട് സ്പർശിക്കേണ്ട ആവശ്യം വരുന്നില്ല. കാരണം അത് ഡിറ്റക്ട് ചെയ്യുന്ന ഇൻഫ്രാറെഡ് എന്ന് പറയുന്ന മറ്റൊരു ഇലക്ട്രോ മാഗ്നറ്റിക് തരംഗമാണ്. ഏതൊരു ചൂടുള്ള വസ്തു എമിറ്റ് ചെയ്യുന്ന ഒരു ഇലക്ട്രോമാഗ്നറ്റിക് തരംഗമാണ് ഇൻഫ്രാറെഡ് എന്ന് പറയുന്നത്. ആ ഇൻഫ്രാറെഡ് മെഷർ ചെയ്യുമ്പോൾ അയാളുടെ ശരീരത്തിൽ എത്രത്തോളം ചൂടുണ്ടെന്ന് മനസ്സിലാക്കും. അപ്പൊ ഇതൊരു റിമോട്ട് സെൻസിങ് ഉപകരണമാണ്. ഇതുപോലെ തന്നെ റേഡിയോ വേവ്സ് എമിറ്റ് ചെയ്തിട്ട് നമുക്ക് വേണ്ട ടാർഗറ്റിന്റെ നമ്മൾ എന്തിനാണോ നമ്മൾ മെഷർ ചെയ്യുക, അല്ലെ നമ്മൾ ഏതാണോ നമ്മുടെ നിരീക്ഷണത്തിൽ വെക്കുന്നത് അതിനെ ടാർഗറ്റ് എന്നാണ് പറയുന്നത്. ടാർഗറ്റ് ചെയ്യുക അല്ലെങ്കിൽ ടാർഗറ്റിന്റെ മൂവ്മെന്റ് അല്ലെങ്കിൽ ടാർഗറ്റിന്റെ വേഗത മനസ്സിലാക്കുക എന്ന് പറയുന്നത്. അപ്പൊ ടാർഗറ്റിനെ റേഡിയോ വേവ്സ് ഉപയോഗിച്ച് നമ്മൾ അതിന്റെ ഡിസ്റ്റൻസും അതിന്റെ വേഗത അല്ലെങ്കിൽ അതിന്റെ മൂവ്മെന്റ് ഒക്കെ മനസ്സിലാക്കുക ആണ് റിമോട്ട് സെൻസിങ് ചെയ്യുന്നത്. അപ്പൊ റഡാർ ഒരു റിമോട്ട് സെൻസിങ് ഉപകരണമാണ്. ഇനി ഒരു റഡാർ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് വളരെ സിമ്പിൾ ആയിട്ട് ഈ ആനിമേഷൻ നോക്കിയാൽ മനസ്സിലാക്കും. ഞാൻ പറഞ്ഞു റഡാർ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ട്രാൻസ്മിറ്റ് ചെയ്ത് അതൊരു ടാർഗറ്റ്, ഇപ്പൊ ഈ ഒരു ഇമേജിനകത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഒരു വിമാനമാണ്. അപ്പൊ ഇത് ഫ്ലൈറ്റിനെ ട്രാക്ക് ചെയ്യുന്ന ഒരു റഡാറാണ്. ആ റഡാർ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് പൾസ് സെൻഡ് ചെയ്യുന്നു. ആ സെൻഡ് ചെയ്യുന്ന നീല പൾസ് പോകുന്നു, വിമാനത്തെ തട്ടുന്നു. വിമാനത്തെ തട്ടിക്കഴിഞ്ഞിട്ട് കുറച്ച് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് റിഫ്ലക്ട് ചെയ്യുന്നു, തിരിച്ചു വരുന്നു. നിങ്ങളൊരു പന്ത് ഒരു ഭിത്തിയിൽ എറിയുന്ന പോലെ ഭിത്തിയിൽ എറിഞ്ഞു കഴിയുമ്പോഴത്തേനും പന്ത് തിരിച്ചു വരുന്നു. ഇത് പന്ത് മുഴുവനായിട്ട് തിരിച്ചു വരുന്നു. പന്തിന് പകരം നിങ്ങളൊരു മുട്ടയാണ് എറിയുന്നതെങ്കിൽ എന്ത് പറ്റും? മുട്ട മുഴുവനായിട്ടിരിക്കും, തിരിച്ചു വരില്ല. അതിന്റെ ഒരു ചെറിയ ഭാഗം മാത്രം അങ്ങോട്ട് വിട്ട് ചിതറി പോകത്തേ ഉള്ളൂ. അതുപോലെ ഈ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സിഗ്നൽ വിമാനത്തെ തട്ടി അതിന്റെ വളരെ കുറച്ച് അംശം മാത്രം തിരിച്ചു വരും, ബാക്കിയുള്ളതെല്ലാം ഡിസ്പേഴ്സ് ചെയ്ത് പോവുകയാണ്. അപ്പൊ അങ്ങനെ തിരിച്ചു വരുന്ന സിഗ്നല് തിരിച്ച് റഡാറിൽ എത്തുന്ന സമയം മനസ്സിലാക്കിയാൽ, നിങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ട്, സ്പീഡ് വെലോസിറ്റി എന്ന് പറയുന്നത് ഒരു സാധനത്തിന്റെ ഡിസ്റ്റൻസ്, ഒരു മൂവ് ചെയ്യുന്ന ഒരു വസ്തുവിന്റെ വേഗത എന്ന് പറഞ്ഞാൽ അത് ട്രാവൽ ചെയ്ത ദൂരം ഡിവൈഡഡ് ബൈ ടൈം ആണ്. അതുപോലെ ഈ സിഗ്നൽ അവിടെ പോയിട്ട് തിരിച്ചു വരുന്ന സമയം അറിയാമെങ്കിൽ ഇതിന്റെ വേഗത നമുക്കറിയാം. എല്ലാ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സും ട്രാവൽ ചെയ്യുന്ന സ്പീഡ് എന്ന് പറഞ്ഞാൽ സ്പീഡ് ഓഫ് ലൈറ്റ് ആണ്, പ്രകാശത്തിന്റെ വേഗതയിലാണ് സഞ്ചരിക്കുന്നത്. അത് 3 ലക്ഷം കിലോമീറ്റർ അല്ലെങ്കിൽ 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് വേഗതയിലായിരിക്കും സഞ്ചരിക്കുന്നത്. അപ്പൊ അത് പോയി വരുന്ന സമയം അറിയുവാണെങ്കിൽ നമുക്കറിയാം എന്തറിയാം, അത് എവിടെയാണെന്ന് അറിയാം. ഇത് ഒരു ഡിജിറ്റൽ ഓസിലോസ്കോപ്പ് അല്ലെങ്കിൽ CRO എന്ന് പറയുന്ന സിഗ്നൽസ് നമുക്ക് കാണാൻ പറ്റുന്ന ഡിവൈസസിനകത്ത് വെച്ച് പ്ലോട്ട് ചെയ്താൽ അത് പോയ സമയം മുതൽ തിരിച്ചു വന്ന സമയം വെച്ച് അതിന്റെ ദൂരം, അത് എവിടെയാണ് നിൽക്കുന്നതെന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഇങ്ങനെയാണ് ഒരു റഡാർ പ്രവർത്തിക്കുന്നത്. പിന്നെ അടുത്തത്, ഈ റഡാർ ഇപ്പൊ നേരത്തെ പറഞ്ഞു, റഡാർ നിൽക്കുന്ന ഒരു ടാർഗറ്റിന്റെ സ്ഥലം അല്ലെ പൊസിഷൻ മാത്രമല്ല, റേഞ്ച് മാത്രമല്ല, അതിന്റെ വേഗതയും മനസ്സിലാക്കുന്നു എന്ന് പറയും. അപ്പൊ എങ്ങനെയാണ് ഒരു
റഡാർ സിഗ്നൽ ആ മൂവ് ചെയ്യുന്ന ടാർഗറ്റിന്റെ വേഗത മനസ്സിലാക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഫിസിക്സിനകത്ത് നിങ്ങൾ ഹൈസ്കൂളിലെ സ്റ്റുഡൻസ് ആണെങ്കിൽ ഹയർ സെക്കൻഡറി സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചിട്ടുണ്ടാവും ഡോപ്ലർ എഫക്ട്. ഡോപ്ലർ എഫക്ട് നമ്മൾ ശരിക്കും പല സാഹചര്യങ്ങളിലും, പ്രത്യേകിച്ച് ഇപ്പൊ ഇലക്ഷൻ ഒക്കെ വന്ന സമയത്ത് നിങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇലക്ഷൻ പ്രചരണമായിട്ട് ഒരു വണ്ടി പാഞ്ഞു പോവുകയാണെങ്കിൽ അകലെ നിന്ന് വരുന്ന ആ ഒരു ശബ്ദമായിരിക്കുകയില്ല അടുത്ത് വരുമ്പോൾ. ശബ്ദം എന്ന് പറഞ്ഞാൽ ശബ്ദത്തിന്റെ അതിന്റെ ആംപ്ലിറ്റ്യൂഡ് അഥവാ അതിന്റെ ഇത് മാത്രമല്ല, വോളിയം മാത്രമല്ല, അതേസമയം അവിടുന്ന് വരുമ്പോൾ ഉള്ള ഒരു ശബ്ദ പോലെയല്ല അകലോട്ട് പോകുമ്പോൾ. അങ്ങനെ നമ്മള് ഒരു ലിസണറായിട്ട് നിൽക്കുമ്പോൾ അകലേന്ന് വരുന്ന ഒരു സൗണ്ട് സോഴ്സ് അടുത്തോട്ട് വരുന്തോറും ശരിക്കും അതിന്റെ ഫ്രീക്വൻസി അഥവാ ആവൃത്തി, സൗണ്ട് മ്യൂസിക്കിന്റെ ടേമിലാണ് പിച്ച് എന്ന് പറയും. അതായത് ഫ്രീക്വൻസി കൂടും. അതായത് പുരുഷന്മാരുടെ ശബ്ദത്തെ കഴിഞ്ഞും ഫ്രീക്വൻസി കൂടുതലുള്ള ശബ്ദമായിരിക്കും സ്ത്രീകളുടെ ശബ്ദം. അല്ലെങ്കിൽ ബാസ് കുറവുള്ള ശബ്ദമാണ് സ്ത്രീകൾക്ക്, പുരുഷന്മാർക്ക് കൂടുതൽ ബാസ് കൂടുതലുള്ള ശബ്ദമാണെന്ന് പറയും. അതായത് അകലെന്ന് വരുന്ന സോഴ്സ്, അതായത് ശബ്ദം ഉണ്ടാക്കുന്ന ഒരു വാഹനമോ അല്ലെങ്കിൽ ഒരു ട്രെയിനോ അടുത്തോട്ട് വരുന്നതോറും അതിന്റെ ആവൃത്തി ഫ്രീക്വൻസി കൂടി വരും. അവിടുന്ന് അകലെ പോകുന്നതോറും അതിന്റെ ആവൃത്തി കുറഞ്ഞു വരും. അതാണ് നിങ്ങൾ ഈ ആനിമേഷൻ നോക്കിയാൽ മനസ്സിലായത്. ഒരു കാറ് ഹോൺ അടിച്ചുകൊണ്ട് വരികയാണ്. ഇടതുവശത്ത് നിൽക്കുന്ന ഒരാളുടെ അടുത്തേക്ക് കാറ് വരുമ്പം ഈ കാറ് നിശ്ചലമായിട്ട് നിൽക്കുവാണെങ്കിൽ അത് പുറപ്പെടുവിക്കുന്ന ശബ്ദത്തിന്റെ സിഗ്നൽ ഒരേ അളവിലാണ് പോകുന്നത്, ഒരേ ഫ്രീക്വൻസിയിലാണ് പോകുന്നത്. പക്ഷെ കാറ് കൂടി മൂവ് ചെയ്യുന്ന സമയത്ത് ഇടതുവശത്ത് നിൽക്കുന്ന ഒരാളിലോട്ട് കാർ അടുത്ത് വരുമ്പോഴത്തേന് അയാളുടെ അടുത്തോട്ട് വരുന്ന വേവ്സ്, സൗണ്ട് വേവ്സ് അടുത്തടുത്ത് വരും. അടുത്തടുത്ത് സൗണ്ട് വേവ്സ് വരിക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതിന്റെ ഫ്രീക്വൻസി കൂടി വരും. അതേസമയം വലതുവശത്ത് നിൽക്കുന്ന ഒരാളാണെങ്കിൽ അദ്ദേഹത്തിന്റെ അടുത്തോട്ട് വരുന്ന സൗണ്ട് സിഗ്നൽസ് പതുക്കെ പതുക്കെ വരുള്ളൂ. അതായത് അത് തമ്മിലുള്ള ഗ്യാപ്പ് കൂടുതലാണ്. അതിന്റെ അർത്ഥം അതിന്റെ ആവൃത്തി കുറവാണ്. ഇതേ ടെക്നിക്കാണ് ഇത് സൗണ്ടിന് വേണ്ടിയാണ് ഓസ്ട്രിയൻ ഫിസിസിസ്റ്റ് ആയിരുന്ന ക്രിസ്ത്യൻ ഡോപ്ലർ എന്ന് പറയുന്ന ആളാണ് ഇത് കണ്ടുപിടിച്ചത്. അദ്ദേഹം സൗണ്ടിലാണ് ശരിക്കും ഇങ്ങനെ ഒരു ഡോപ്ലർ ഷിഫ്റ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കിയത്. പിന്നീട് വന്ന ശാസ്ത്രജ്ഞന്മാർ സൗണ്ടിന് മാത്രമല്ല എല്ലാ വൈദ്യുത കാന്തിക തരംഗങ്ങളിലും ഈ ഡോപ്ലർ ഷിഫ്റ്റിന് വിധേയമാവുന്നു എന്ന് മനസ്സിലാക്കി. അപ്പോൾ നമ്മളൊരു റഡാറിൽ നിന്നും നേരത്തെ കണ്ട ഇമേജിൽ ഈ ഒരു വിമാനത്തിലോട്ട് വിടുന്ന ഇലക്ട്രോമാഗ്നറ്റിക് സിഗ്നൽ വിമാനത്തെ തട്ടി തിരിച്ചു വരുന്നു. അതേസമയം വിമാനം ഇതിനടുത്തേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ ഈ തിരിച്ചു വരുന്ന സിഗ്നലിന്റെ, അത് ഇലക്ട്രോമാഗ്നറ്റിക് വേവിന്റെ ഫ്രീക്വൻസി, അതായത് ആവൃത്തിയിൽ വ്യത്യാസം വരും. നേരത്തെ കണ്ട അതേ ഇമേജിലെ പോലെ. അപ്പൊ ആവൃത്തിയിലുള്ള വ്യത്യാസം മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒബ്ജക്റ്റ് അഥവാ ടാർഗറ്റ് റഡാറിന് അടുത്തോട്ടാണോ വരുന്നത് അതോ അകലെയോട്ടാണോ വരുന്നത്, അത് എത്ര വേഗതയിലാണ് വരുന്നതെന്നെല്ലാം ഫ്രീക്വൻസിയിലുള്ള ഷിഫ്റ്റ് വെച്ച് മനസ്സിലാക്കാം. അങ്ങനെ ഉണ്ടാകുന്നതിനാണ് ഡോപ്ലർ ഫ്രീക്വൻസി ഷിഫ്റ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഡോപ്ലർ ഫ്രീക്വൻസി ഷിഫ്റ്റ് ഉപയോഗിച്ച് വേഗത മനസ്സിലാക്കുന്ന റഡാറുകളെയാണ് ഡോപ്ലർ റഡാർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഉള്ള എല്ലാ റഡാറുകളും ഡോപ്ലർ റഡാറാണ്. കാരണം വസ്തുവിന്റെ സ്ഥലം അഥവാ റേഞ്ച് മാത്രമല്ല, അതുകൂടാതെ അതിന്റെ വേഗതയും മനസ്സിലാക്കാൻ കഴിയും ഈ ഫ്രീക്വൻസിയിലുള്ള വ്യത്യാസം മൂലം. ഇനി ഇത് നേരത്തെ പറഞ്ഞ കാര്യം തന്നെ നമ്മളെല്ലാവരും അറിയാം. ഹൈവേ വഴിയൊക്കെ വണ്ടി ഓടിച്ചു കഴിയുമ്പോഴത്തേനും ചേട്ടന്മാർക്കൊക്കെ പോലീസ് പിടിച്ചു എന്നൊക്കെ പറയുന്ന കേൾക്കാം. എങ്ങനെയാ അവര് പോലീസ് പിടിക്കുന്നത്? ഒരു പരിധി വേഗത കൂടുതൽ പോയി കഴിയുമ്പോഴത്തേക്കുമാണ് പോലീസ് പിടിക്കുന്നത്. അപ്പം ഈ വേഗത എങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നത് വളരെ ചെറിയൊരു റഡാർ ഉപയോഗിച്ചിട്ടാണ് പോലീസുകാർ മനസ്സിലാക്കുന്നത്. പോലീസുകാര് F0 എന്ന് പറയുന്നത് ഈ റഡാർ പുറപ്പെടുവിക്കുന്ന വൈദ്യുത കാന്തിക തരംഗത്തിന്റെ ആവൃത്തിയാണ് അഥവാ ഫ്രീക്വൻസിയാണ്. അപ്പോൾ ഒരു വാഹനം റഡാറിലോട്ട് ഒരു പർട്ടിക്കുലർ സ്പീഡിൽ വരുവാണെങ്കിൽ അതിൽ തട്ടി തിരിച്ചു വരുന്ന സിഗ്നലുകളിലും ഈ ആവൃത്തിയിൽ വ്യത്യാസം ഉണ്ടാവും. ഈ ആവൃത്തിയിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കിയാൽ ആ വാഹനം എത്ര വേഗത്തിലാണ് വരുന്നതെന്ന് മനസ്സിലാവും. അപ്പം പലയിടത്തും സ്പീഡ് ക്യാമറ വെച്ചിട്ടുണ്ട്. ക്യാമറ കൊണ്ട് സ്പീഡ് കാറിന്റെ അല്ലെങ്കിൽ മോട്ടോർ വെഹിക്കിളിന്റെ സ്പീഡ് കൂടുതൽ മനസ്സിലാക്കി എന്ന് പറഞ്ഞാൽ അത് ശരിക്കും ഒരു റഡാറാണ്, ഒരു സ്പീഡ് റഡാറാണ്. സ്പീഡ് ക്യാം എന്ന് പറയുന്നെങ്കിൽ ആ റഡാർ ഉപയോഗിച്ചിട്ടാണ് ശരിക്കും ആ വാഹനത്തിന്റെ സ്പീഡ് മനസ്സിലാക്കുന്നത്. അത് ഈ ഏറ്റവും കൂടുതൽ ഇപ്പൊ നിത്യ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു റഡാർ എക്സാമ്പിൾ ആണ്. ഇനി നമുക്ക് റഡാറിന്റെ ചരിത്രം, എങ്ങനെയാണ് റഡാർ ഇപ്പൊ നമ്മൾ വരുന്ന ഈ ഒരു ടെക്നോളജി എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തതെന്ന് നമുക്കൊന്ന് നോക്കാം. നിങ്ങൾ ഇതിനകത്ത് 2 ഇമേജ് കാണുന്നു. ഇത് 1ാം ലോക മഹായുദ്ധ കാലത്തുണ്ടായ ഇമേജ് ആണ്. അന്ന് ഇതിനെ വിളിച്ചിരുന്ന അക്വസ്റ്റിക് ട്രാക്കേഴ്സ് എന്നാണ്. അതായത് ശബ്ദം ഉപയോഗിച്ച് ട്രാക്ക് ചെയ്യാൻ. എന്തിനാണ് ട്രാക്ക് ചെയ്യുന്നത്? അകലേന്ന് വരുന്ന വിമാനങ്ങളെ
നമ്മുടെ കാഴ്ചപരിധിക്ക് ഉള്ളിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ശബ്ദം വെച്ചിട്ട് അത് എവിടെയാണെന്ന് മനസ്സിലാക്കാനായിട്ട് ഉപയോഗിച്ചതാണ് ട്രാക്കിംഗ് ഡിവൈസസുകളാണ് ഇത്. ട്രാക്ക് ചെയ്യാനുള്ള ഉപകരണങ്ങളാണിത്. അതായത് ഒരു മനുഷ്യന്റെ കേൾവി ശക്തിക്ക് അനുസരിച്ച് അത് എത്രത്തോളം അകലെ എത്തുന്നുണ്ട് എന്ന് മനസ്സിലാക്കായിരുന്നു. അന്ന് ഈ റഡാർ എന്ന് പറയുന്ന ഒരു ഡിവൈസ് ഇല്ല. അകലെയുള്ള സാധനങ്ങളെ അല്ല അകലെ മൂവ് ചെയ്യുന്ന വസ്തുക്കളെ മനസ്സിലാക്കാനുള്ള യാതൊരു ടെക്നോളജി ഇല്ലാത്ത സമയത്ത് വളരെ കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്ന ഉപകരണമാണ് ഈ അക്കൂസ്റ്റിക് ട്രാക്കേഴ്സ്. അതുപോലെ തന്നെ ഇവിടെ നിൽക്കുന്ന ഈ 2 ആൾക്കാരുണ്ട്. ഇവര് ശരിക്കും ഗ്രൗണ്ടിൽ പോകും. ആദ്യം മിലിറ്ററി പോകുന്നതിന് മുമ്പ് തന്നെ ഇവര് രാത്രി കാലങ്ങളിലൊക്കെ ബാറ്റിൽ ഫീൽഡിലോട്ട്, അതായത് യുദ്ധം നടക്കുന്ന സ്ഥലത്തോട്ട് പോകും. എന്നിട്ട് അവിടെ ഒളിച്ചിരുന്ന് എനിമി, അതായത് ശത്രുക്കളുടെ വിമാനം അങ്ങൊന്ന് വരുന്നുണ്ടോ എന്നുള്ള ഇൻഫർമേഷൻ കിട്ടാനായിട്ട് ഇവരിങ്ങനെ കാതോർത്തിരിക്കും. അത് കിട്ടിക്കഴിയുമ്പോൾ അവര് പഴയ ടെലിഗ്രാഫ് അല്ലെങ്കിൽ ഷോർട്ട് വേവ് റേഡിയോ ഉണ്ട്, അത് വെച്ച് അവര് ട്രാൻസ്മിറ്റ് ചെയ്യുമായിരുന്നു. പക്ഷെ ഇതിനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. വലിയ മഴയോ പ്രശ്നങ്ങളോ വരുമ്പോഴത്തേനും ഇവർക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റില്ല. മാത്രമല്ല, ഇങ്ങനെ മാർക്ക് ചെയ്യുന്ന ആൾക്കാരെ കൊല്ലാൻ തന്നെ ആദ്യമേ ഈ ഒരു ഫ്ലൈറ്റ് അല്ലെങ്കിൽ ബോംബ് ചെയ്യാനായിട്ട് വരുന്ന എയർക്രാഫ്റ്റ് വരുന്നതിന് മുമ്പ് തന്നെ നിലത്തോടുള്ള പട്ടാളക്കാരെ വിടുമായിരുന്നു. ഇങ്ങനെയുള്ള ഇവരെ മാർക്സ്മെൻ എന്ന് പറയും. മാർക്സ്മെൻമാരെ കൊന്നുകളയാനായിട്ട് ശത്രുപക്ഷത്തുള്ള ആൾക്കാർ ശ്രമിക്കുമായിരുന്നു. അപ്പൊ ഇതിനെല്ലാം ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ റഡാർ എന്നൊരു ഇൻവെൻഷൻ നടന്നത്. ശരിക്കും റഡാറിനെ പറ്റിയുള്ള തിയറി ഇപ്പം 10ാം ക്ലാസ്സിലും +2 പഠിക്കുന്ന കുട്ടികൾക്ക് മനസ്സിലാവും. ജെയിംസ് ക്ലാർക്ക് മാക്സ്വെല്ലിന്റെ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷന്റെ തിയറീസ് ഉണ്ട്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത് റേഡിയോ വേവ്സ് മെറ്റാലിക് ആയിട്ടുള്ള ഒബ്ജക്ട്സിൽ നിന്നും റിഫ്രാക്ട് ചെയ്ത് വരും എന്നുള്ളത് അന്ന് തന്നെ സയന്റിസ്റ്റുകൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അതിനുശേഷം 1904 ഒരു ജർമ്മൻ എഞ്ചിനീയറാണ് ആദ്യമായിട്ട് റേഡിയോ വേവ്സ് ഉപയോഗിച്ച് ഒരു ഒബ്ജക്റ്റിനെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒബ്സ്റ്റക്കിൾ, അതായത് ഒരു തടസ്സം എന്നാ പറഞ്ഞത്. കാരണം അദ്ദേഹം ഇത് കണ്ടുപിടിച്ചത് ഒരു ഷിപ്പ് നാവിഗേഷന് വേണ്ടിയായിരുന്നു. അതായത് കടലിൽ ഷിപ്പ് പോകുന്ന സമയത്ത് വലിയ ഐസ് മലകളെയോ അല്ലെങ്കിൽ ഏതെങ്കിലും അൺനോൺ ആയിട്ടുള്ള ഐലൻഡ്സ്, മഞ്ഞു മൂടിയും തീരെ കാഴ്ച വിസിബിലിറ്റി ഇല്ലാതിരിക്കുന്ന സമയത്തും അറിയാതെ ചില തുരുത്തുകളിലോ ഐലൻഡുകളിലോ ചെന്ന് കപ്പൽ മുട്ടാൻ സാധ്യതയുണ്ട്. അതുകൂടാതെ വേറെ കപ്പലിനെ ഇടിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള കൊളീഷൻ ഒഴിവാക്കാനായിട്ട് 1904 ഒരു ജർമ്മൻ എഞ്ചിനീയർ ആണ് ആദ്യമായിട്ട് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്, അതായത് റേഡിയോ വേവ്സ് കൊണ്ട് ഇങ്ങനെ ഒരു ട്രാക്കിംഗ് അല്ലെങ്കിൽ ഒബ്സ്ട്രക്ഷൻ ഡിറ്റക്ടർ ഉണ്ടാക്കാന്നുള്ള ഒരു ഇത് പ്രപ്പോസ് ചെയ്ത് അദ്ദേഹം അതിനൊരു ഡിവൈസ് ഉണ്ടാക്കുകയും ചെയ്തു. പക്ഷെ 1904 ഇതിനത്ര പ്രചാരം കിട്ടിയില്ല. കാരണം ഇതിന് എന്തൊരു ഉപയോഗം ഉണ്ടാവും എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ ആ ഒരു കണ്ടുപിടുത്തത്തിനെ എല്ലാവരും തള്ളിക്കളയായിരുന്നു. പക്ഷെ 1914-18 1ാം ലോക മഹായുദ്ധത്തിന് ശേഷം 2ാം ലോക മഹായുദ്ധം വരുന്നതിന് മുമ്പ് ജർമ്മനിയിൽ ഹിറ്റ്ലർ അധികാരത്തിൽ വന്ന ശേഷം ഹിറ്റ്ലർ ഒരുപാട് പൈസ ചെലവഴിച്ചത് പുള്ളിയുടെ എയർഫോഴ്സ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടാണ്. അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും ആപൽക്കരമായിട്ടുള്ള, ഏറ്റവും കൂടുതൽ ദൂരെ യാത്ര ചെയ്ത് ബോംബിടാൻ പറ്റുന്ന നല്ലൊരു എയർഫോഴ്സ് ജർമ്മനി സ്വന്തമാക്കി. ഈ സമയത്താണ് നേരത്തെ പറഞ്ഞ റഡാർ ടെക്നോളജി വീണ്ടും ലോകം മുഴുവൻ പൊടിതട്ടിയെടുക്കാൻ തുടങ്ങി. ഒരേ സമയം ഏകദേശം 8 രാജ്യങ്ങളിൽ ഇതിനോടുള്ള, അതായത് റഡാർ ഇപ്പോൾ ഉള്ള എയർക്രാഫ്റ്റ് ഡിറ്റക്ടർ പോരാ, അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഉപയോഗിച്ചുള്ള ഒരു ട്രാക്കിംഗ് ഡിവൈസ് കണ്ടുപിടിക്കണം എന്നുള്ളത് ഏകദേശം 8 രാജ്യങ്ങൾ ഒരേ സമയം റിസർച്ച് നടക്കുകയും അതില് ആദ്യമായിട്ട് സക്സസ്ഫുൾ ആയത് ഗ്രേറ്റ് ബ്രിട്ടനിലാണ്. ഗ്രേറ്റ് ബ്രിട്ടനിൽ ജർമ്മനിയുടെ ബോംബർ വിമാനങ്ങൾ വന്ന് ഒരുപാട് നാശനഷ്ടങ്ങൾ വരുത്തുകയും ലണ്ടൻ പോലുള്ള നഗരങ്ങളിൽ വരുന്ന ബോംബിടാൻ തുടങ്ങുകയും ചെയ്തപ്പോഴാണ് ഗ്രേറ്റ് ബ്രിട്ടൻ ആദ്യമായിട്ട് അവരുടെ ഒരു റഡാർ നെറ്റ്വർക്ക് സ്ഥാപിച്ചത്. അതിന് അവർ വിളിച്ചിരുന്ന പേര് ചെയിൻ ഹോം എന്നാണ്. വളരെ രസകരമായ ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ ആദ്യമായിട്ടൊരു റഡാർ കണ്ടുപിടിച്ചത് ഒരു കാലാവസ്ഥാ ശാസ്ത്രജ്ഞനായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് റോബർട്ട് വാട്സൺ പാട്ട് എന്നാണ്. അദ്ദേഹത്തിന്റെ കൂട്ടുകാരും ശരിക്കും ഇടിമിന്നൽ ഉണ്ടാകുന്ന റേഡിയോ വേവ്സ് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു ഡിവൈസ് ഉണ്ടാക്കുകയും ആ ഇടിമിന്നലിന്റെ എത്ര സമയം കഴിഞ്ഞിട്ടാണ് ഇടിമിന്നലിന് കണ്ടതിന് ശേഷം ഇതിൽ ഡിറ്റക്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി എവിടെയാണ് ആ ഇടിമിന്നൽ ഉണ്ടാകുന്നത് എന്നുള്ളത് അവരൊരു വെതർ ചാർട്ടിൽ പ്ലോട്ട് ചെയ്യുമായിരുന്നു. തുടർന്നാണ് ഈ റേഡിയോ വേവ്സ് ഉപയോഗിച്ച് ഇങ്ങനെ ടാർഗറ്റുകളെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ് അവരുടെ റിസർച്ച് മാറ്റിവിടുകയും അവർ സക്സസ്ഫുൾ ആയിട്ട്
ഒരു റഡാർ നെറ്റ്വർക്ക്, ആദ്യത്തെ ഒരു പ്രോട്ടോടൈപ്പ് റഡാർ ഉണ്ടാക്കുകയും ചെയ്തു. അതിനുശേഷം റഡാർ വന്നത് ശരിക്കും ലോകത്തിന്റെ യുദ്ധ ആ ഒരു ഗതി തന്നെ മാറ്റിമറിച്ചു. കാരണം ആകാശത്തിലുണ്ടായിരുന്ന ജർമ്മനിയുടെ മേൽക്കോയ്മ മാറ്റാൻ ഏറ്റവും കൂടുതൽ സഹായിച്ചത് അമേരിക്കയ്ക്കും പിന്നെ ഗ്രേറ്റ് ബ്രിട്ടനും ഉണ്ടായ റഡാർ ഡെവലപ്മെന്റ് ആണ്. ഇതാണ് ആദ്യകാലങ്ങളിലുള്ള ഒരു റഡാറിന്റെ ഇമേജ്. പണ്ടുണ്ടായിരുന്ന വളരെ വലിയ റഡാർ ആയിരുന്നു. ഞാൻ പറഞ്ഞ ഗ്രേറ്റ് ബ്രിട്ടൻ ഉണ്ടാക്കിയ റഡാർ ഇതിലും വലിയതാണ്. അത് ഈ ഒരു ഷേപ്പ് പോലും അല്ലായിരുന്നു. ഇത് അതിന് ശേഷം വന്ന സെക്കൻഡ് വേൾഡ് വാറിന്റെ ലാസ്റ്റോട് കൂടി അമേരിക്ക ഡിപ്ലോയ് ചെയ്ത റഡാറാണ്. പേൾ ഹാർബറിൽ ജപ്പാൻ ബോംബ് ഇടുന്ന സമയത്തും അവര് അതിന്റെ ഇമ്പാക്ട് കുറയ്ക്കാൻ സാധിച്ചത് അവരുടെ റഡാർ ഉണ്ടായിരുന്നുകൊണ്ടാണ്. ഇല്ലെങ്കിൽ രണ്ടാമത്തെ ലോകമഹായുദ്ധത്തിന് ഗതി തന്നെ മറ്റൊരു രീതിയിലായിപ്പോയത്. ഇത് അമേരിക്കയിലുള്ള നോവയുടെ ഒരു വെതർ റഡാറാണ്, കാലാവസ്ഥ റഡാർ. ഇനി പലതരത്തിലുള്ള ആപ്ലിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞ റഡാറിന്. അതിനകത്ത് ചുരുക്കം ആപ്ലിക്കേഷൻ ഞാൻ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് മിലിറ്ററി ആപ്ലിക്കേഷൻ. ഞാനിപ്പോ പറഞ്ഞു മിലിറ്ററി ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് എയർക്രാഫ്റ്റ് ഐഡന്റിഫിക്കേഷൻ, യുദ്ധ വിമാനങ്ങളെ ഐഡന്റിഫൈ ചെയ്യുക. അതുകൂടാതെ ഇപ്പൊ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് മിസൈൽ ട്രാക്കിങ്ങിനാണ്. അതായത് നമ്മൾ വിക്ഷേപിക്കുന്ന മിസൈല് കൃത്യസ്ഥലത്ത് പോകുന്നുണ്ടോ എന്ന് പറയുന്നത് മാത്രമല്ല, ശത്രുരാജ്യത്തു നിന്ന് വരുന്ന മിസൈലുകൾ നമ്മുടെ രാജ്യത്ത് വീഴുന്നതിന് മുമ്പ് തന്നെ അവയെ ഐഡന്റിഫൈ ചെയ്ത് ആന്റി ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് അതിനെ തകർക്കുന്ന രീതിയിലും റഡാർ ലേസർ ടെക്നോളജിയും മുന്നോട്ട് പോയിട്ടുണ്ട് മിലിറ്ററിയിൽ. അടുത്തത് എയർ ട്രാഫിക് കൺട്രോൾ. എയർ ട്രാഫിക് കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഇപ്പം എല്ലാ എയർപോർട്ടിലും ഒരുപാട് ഫ്ലൈറ്റുകൾ വന്നിറങ്ങുന്നുണ്ട്. അപ്പം ഇതൊന്നും പരസ്പരം മുട്ടാതെ പല ലെവലിൽ പറന്ന് ആണ് നമ്മുടെ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുന്നത്. അപ്പൊ ഈ ഓരോ എയറോപ്ലെയിനും എവിടെയാണെന്നുള്ള കൃത്യമായിട്ടുള്ള ലൊക്കേഷൻ മനസ്സിലാക്കണമെങ്കിൽ റഡാർ കൂടിയേ തീരുള്ളൂ. അപ്പൊ അങ്ങനെ ഉപയോഗത്തിന് എയർ ട്രാഫിക് കൺട്രോൾ ഉപയോഗിക്കുന്നു. അത് മാത്രമല്ല എയർക്രാഫ്റ്റ് സേഫ്റ്റി ആൻഡ് നാവിഗേഷൻ. അതായത് ഒരു എയറോപ്ലെയിൻ, അതായത് നമ്മൾ പോകുന്ന പാസഞ്ചർ എയർക്രാഫ്റ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ മിലിറ്ററി എയർക്രാഫ്റ്റ് ഏതാണെങ്കിൽ പോലും അത് യാത്ര ചെയ്യുന്ന സമയത്ത് അതിന്റെ മുന്നിൽ ഒരു റഡാർ ഉണ്ടാവും. ആ റഡാർ ഉപയോഗിച്ച് എപ്പോഴും സ്കാൻ ചെയ്തുകൊണ്ടേയിരിക്കും. കാരണം അത് പോകുന്ന വഴി ഇൻ കേസ് ഏതെങ്കിലും ഒരു മറ്റു വിമാനം അതിന്റെ മുന്നേ വരികയോ, അതുകൂടാതെ വളരെ വലിയ ഇടിമിന്നൽ മേഘങ്ങളുണ്ട്, ക്യൂമുലോ നിംബസ് ക്ലൗഡ് എന്ന് പറയും, CB ക്ലൗഡ്. 10, 15 മുതൽ 20 കിലോമീറ്റർ വരെ ഉയർത്തി പോകുന്ന തരം ക്ലൗഡാണ്. അപ്പൊ അത്തരം ക്ലൗഡിനകത്തൊരു എയർക്രാഫ്റ്റ് എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും അതിന് കൺട്രോൾ കിട്ടില്ല. അത് ചിലപ്പം വളരെ വലിയ അപകടത്തിലേക്ക് നയിക്കും. അങ്ങനെയുള്ള ക്ലൗഡ് മുൻകൂട്ടി തന്നെ ഐഡന്റിഫൈ ചെയ്ത് അത് ഒഴിവാക്കി അവർ റീറൂട്ട് ചെയ്ത് പോകാറുണ്ട്. അങ്ങനെയുള്ള സേഫ്റ്റിക്ക് നാവിഗേഷൻ ഉപയോഗിക്കുന്നു. പിന്നെ ഹൈവേ സെക്യൂരിറ്റി. ഹൈവേ സെക്യൂരിറ്റിയെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞു. നമ്മൾ വാഹനങ്ങളുടെ വേഗത മനസ്സിലാക്കാൻ, പിന്നെ വാഹനങ്ങളുടെ കൺജഷൻ. നമ്മുടെ നാട്ടിൽ അത്രത്തോളം പ്രചാരത്തിൽ ഇല്ലെങ്കിൽ പോലും വിദേശ രാജ്യങ്ങളിലേക്ക് ഒരുപാട് ട്രാഫിക് കൂടുതലാണോ അല്ലയോ എന്നുള്ളത്. നമ്മുടെ നാട്ടിൽ ട്രാഫിക് കൂടുതലാണോ കുറവാണെന്ന് അറിയുന്നത് വണ്ടികൾ ഹോൺ അടിക്കുമ്പോഴായിരിക്കും. അവിടെ റഡാർ വെച്ചിട്ട് എത്രത്തോളം വാഹനങ്ങൾ ഒരു വഴിയിലുണ്ടെന്നുള്ളതൊക്കെ മനസ്സിലാക്കുന്ന രീതിയിൽ ഹൈവേ സെക്യൂരിറ്റി, അതിനനുസരിച്ച് റോഡ് റീറൂട്ട് ചെയ്യുന്ന സംവിധാനങ്ങളൊക്കെ വിദേശ രാജ്യങ്ങളിലുണ്ട്. അതിനുവേണ്ടി ഉപയോഗിക്കുന്നു. ഇതെല്ലാം ഓട്ടോമേറ്റഡ് ആണെന്നുള്ളതാണ് വളരെ രസകരമായ ഒരു കാര്യം. ആൾക്കാർ നിന്ന് ചെയ്യുന്നില്ല, എല്ലാം കമ്പ്യൂട്ടർവൽക്കരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് വിദേശത്തൊക്കെ. അടുത്തത് സ്പേസ് ആപ്ലിക്കേഷൻ. സ്പേസ് ആപ്ലിക്കേഷനിൽ 2 തരത്തിലുണ്ട്. സ്പേസിലുള്ള സാറ്റലൈറ്റിൽ നമ്മൾ റഡാർ ഇൻസ്റ്റോൾ ചെയ്ത് അത് വെച്ച് നമ്മുടെ ഭൂമിയിലെ പല കാര്യങ്ങളും അനലൈസ് ചെയ്യുന്ന റിമോട്ട് സെൻസിങ് ആപ്ലിക്കേഷൻ ഉണ്ട്. അതുകൂടാതെ നമ്മുടെ ഇവിടുന്ന് ISRO വിക്ഷേപിക്കുന്ന ഓരോ റോക്കറ്റുകളും അതിന്റെ സഞ്ചാരപാത കൃത്യമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലാണോ, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു യാത്രയിൽ കറക്ഷൻസ് വരുത്തണം, അതെല്ലാം ഗ്രൗണ്ട് സ്റ്റേഷൻ റഡാറുകളാണ് ട്രാക്ക് ചെയ്യുക. ഒരേ സമയം 3ഉം 4ഉം റഡാറുകൾ ഒരുമിച്ച് ഒരു റോക്കറ്റിനെ അല്ലെങ്കിൽ ഒരു ബഹിരാകാശ വാഹനത്തെ ട്രാക്ക് ചെയ്തിട്ടാണ് അതിനെ ഉദ്ദിഷ്ടമായിട്ടുള്ള ഭ്രമണപഥത്തിൽ എത്തിക്കുന്നത്. ആ ഉപയോഗങ്ങൾക്കും റഡാർ ഉപയോഗിക്കുന്നു. പിന്നെ സ്പേസ് റിമോട്ട് സെൻസിങ് ഇപ്പൊ ഞാൻ പറഞ്ഞ സ്പേസ് ആപ്ലിക്കേഷൻ്റെ ഭാഗം തന്നെയാണ്. അകലെ നിന്നിട്ട് നമ്മുടെ ആവശ്യമായിട്ടുള്ള ഇപ്പം ഏറ്റവും കൂടുതൽ മാപ്പിംഗ് നമ്മുടെ ഇപ്പൊ ജിയോഗ്രഫിക്കൽ മാപ്പിംഗ്, നമ്മുടെ രാജ്യത്തിന്റെ പല സ്ഥലങ്ങളെ മാപ്പ് ചെയ്യുന്നതെല്ലാം ഇപ്പം റഡാർ ഉപയോഗിച്ച് സാറ്റലൈറ്റ് വഴിയാണ്. അപ്പൊ അതുകൊണ്ട് പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എത്രത്തോളം നമ്മുടെ നാട്ടിൽ വനനശീകരണം ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം നമ്മുടെ നാട്ടിലെ തണ്ണീർത്തടങ്ങളൊക്കെ മാറുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു വലിയ ഏരിയയിലുള്ള നമ്മുടെ കൃഷി, ആ കൃഷി എത്രത്തോളം ഏത് വളർച്ചയെത്തി ഏത് സ്റ്റേജിലാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ വരെ ഒരു റിമോട്ട് സെൻസിങ് ഉപകരണമായിട്ടുള്ള റഡാർ ഉപയോഗിച്ച് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് വെതർ ഒബ്സർവേഷൻ. വെതർ ഒബ്സർവേഷനും റഡാർ എക്സ്റ്റൻസീവായിട്ട് ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്.
നമ്മുടെ മെയിൻ ടോപ്പിക്കാണ്, നമ്മൾ അതിലോട്ട് പോകും. ഇനി അടുത്തത് കാലാവസ്ഥ റഡാർ. കാലാവസ്ഥ റഡാർ ഇപ്പൊ നമ്മൾ പറഞ്ഞു റഡാർ എന്തിനാണ് ഉപയോഗിക്കുന്നത്, അത് എന്തിനെയാണ് ട്രാക്ക് ചെയ്യുന്നത്. അപ്പൊ കാലാവസ്ഥ റഡാറില് നമ്മൾ ട്രാക്ക് ചെയ്യുന്ന ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ കാലാവസ്ഥ പ്രതിഭാസങ്ങളായിരിക്കും, വെതർ ഫിനോമിനൻ ഇൻ അറ്റ്മോസ്ഫിയർ. അത് പലതരത്തിലുണ്ട്. നമ്മുടെ വെതർ ഫിനോമിനൽ കാറ്റിന്റെ വേഗതയും അതിന്റെ ദിശയും മനസ്സിലാക്കണം. പിന്നെ മേഘങ്ങളുടെ അളവും അതിന്റെ ഘടനയും, ഏതു തരത്തിലുള്ള മേഘങ്ങളാണ്, അത് എത്രത്തോളം സ്ട്രോങ് ആയിട്ടുള്ള മേഘങ്ങളാണോ അല്ലയോ, അല്ലെങ്കിൽ മഴ ഉണ്ടാക്കുന്ന മേഘങ്ങളാണോ, ഇടിമിന്നൽ ഉണ്ടാക്കുന്നതും അല്ല കൂടുതൽ വളരെ പ്രളയത്തിന് കാരണമാകുന്ന ടൈപ്പിലുള്ള ക്ലൗഡ് ബസ്റ്റ് എന്നൊക്കെ പറയും, മേഘവിസ്ഫോടനം, അത്തരത്തിലുള്ള മേഘങ്ങളാണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മേഘങ്ങളെ പറ്റി അറിയാൻ. പിന്നെ മേഘങ്ങളിലെ ജലബാഷ്പത്തിന്റെ അളവ്, അതായത് എത്രത്തോളം വാട്ടർ കണ്ടന്റ് അല്ലെങ്കിൽ മോയ്സ്ചർ അതിനകത്തുണ്ട്, എത്രത്തോളം മഴ കൊടുക്കാൻ സാധിക്കും ആ ഒരു പർട്ടിക്കുലർ മേഘത്തിന്, പർട്ടിക്കുലർ ക്ലൗഡിന്, അത് മനസ്സിലാക്കാൻ പറ്റുന്നു. പിന്നെ മേഘങ്ങളിലെ ഐസ് കണങ്ങളുടെ അളവ്, അതായത് നമ്മുടെ ഭൂമിയിൽ നിന്ന് മേലോട്ട് പോകും തോറും ഊഷ്മാവ് കുറഞ്ഞു വരിക. ഒരു 5 കിലോമീറ്റർ ഒക്കെ എത്തിക്കഴിയുമ്പോഴത്തേനും പിന്നെ അവിടുത്തെ ആറ്റ്മോസ്ഫിയറിന്റെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0 ഡിഗ്രിയിൽ താഴെ ആയിരിക്കും. നമുക്കെല്ലാം അറിയാം 0 ഡിഗ്രിയിൽ താഴെ പോയിട്ടുണ്ടെങ്കിൽ ജലം ഒരിക്കലും ജലമായിട്ട് നിൽക്കില്ല, അത് ഐസായി മാറും. അപ്പൊ അങ്ങനെയുള്ള ഐസ് കണങ്ങൾ, ഒരുപാട് വലിയ ഐസ് കണങ്ങളൊക്കെ വരുമ്പോഴാണ് നമുക്ക് വീടുകളിൽ ആലിപ്പഴം വീഴുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവും. മാത്രമല്ല അങ്ങനെയുള്ള ഐസിന്റെ അളവും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും നമ്മൾ റഡാർ ഉപയോഗിക്കും. അതൊക്കെ ഒരു ടാർഗറ്റ് ആണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ്, ഇപ്പോഴും നിങ്ങളെല്ലാം ഇപ്പോഴത്തെ ന്യൂസ് കണ്ടാൽ അറിയാം, ഇപ്പൊ ഒരു ചുഴലിക്കാറ്റ് വന്നുകൊണ്ടിരിക്കുന്നതാണ്, യാസ് എന്ന പേര്, ബേ ഓഫ് ബംഗാളില്. അങ്ങനെ ചുഴലിക്കാറ്റിന്റെ സാന്നിധ്യവും അവയുടെ സഞ്ചാരവും. ഇപ്പൊ ചുഴലിക്കാറ്റിനെ ട്രാക്ക് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സാറ്റലൈറ്റ് ആണ്. അതായത് നമ്മുടെ അന്തരീക്ഷത്തിൽ വെച്ചിട്ടുള്ള സാറ്റലൈറ്റും പിന്നെ ഗ്രൗണ്ട് ബേസ്ഡ് റഡാറും, നമ്മുടെ കാലാവസ്ഥ റഡാറുകളുമാണ് ചുഴലിക്കാറ്റിന്റെ സാന്നിധ്യവും അവയുടെ സഞ്ചാരം, അവയുടെ വേഗത, അത് എങ്ങോട്ടായിരിക്കും പോകുക, എത്രത്തോളം ഇന്റൻസിറ്റി ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും നമ്മൾ റഡാർ ഉപയോഗിക്കും. പിന്നെ മഴയുടെ അളവ്, എത്രത്തോളം മഴ പെയ്യാം, അല്ലെ എത്രത്തോളം ഏരിയ, എത്രത്തോളം വ്യാപ്തിയിൽ ആ മഴ പെയ്യുന്നുണ്ടാവും. നമ്മുടെ കേരളത്തില് കഴിഞ്ഞ 2-3 വർഷമായിട്ട് നിരന്തരമായിട്ട് പ്രളയം വരുന്നുണ്ട്, ഒരു ഓഗസ്റ്റ് മാസത്തിൽ. അപ്പൊ നമുക്ക് അറിയാൻ പറ്റി എത്രത്തോളം ഏരിയയിലാണ് മഴ പെയ്യുന്നത്, അത്രത്തോളം ഏരിയയിൽ മഴ പെയ്തിട്ടുണ്ട്, എത്ര സമയത്തേക്ക് അത് പെയ്യുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ എത്രത്തോളം വെള്ളം മണ്ണിലോട്ട് വീണിട്ടുണ്ട്, അതെല്ലാം പുഴകളിലെത്തും, അത് ഡാമിലെത്തും. ഒരു ഡാമിലോട്ട് ഡാം നിറയുന്നതിന്റെ മുമ്പ് തന്നെ നമുക്ക് ആ മഴയുടെ അളവ് അറിയാമെങ്കിലും ആ ഡാമിലോട്ടുള്ള ഒഴുക്ക് എത്രയെന്ന് അറിയുവാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എത്രത്തോളം വെള്ളം അവിടെ എത്തും. ഈ പറഞ്ഞ പോലെ ഡാമിന്റെ മാക്സിമം കപ്പാസിറ്റിക്ക് മേലെ പോകുമോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് റഡാർ ഉപയോഗിച്ച് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞു ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം. വൈദ്യുത കാന്തിക തരംഗങ്ങളാണ് നമ്മൾ റഡാറിൽ ഉപയോഗിക്കുന്നത്. ഒരു വൈദ്യുത കാന്തിക തരംഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കാണുന്ന ഒരു ആനിമേഷൻ ഉണ്ടാവും. അതായത് വൈദ്യുത തരംഗങ്ങളുണ്ട്, കാന്തിക തരംഗങ്ങളുണ്ടാവും. അത് ട്രാവൽ ചെയ്യുന്ന ഡയറക്ഷനിൽ പെർപെൻഡിക്കുലർ, അതായത് ലംബമായിട്ടായിരിക്കും ഓസിലേറ്റ് ചെയ്യുക. ഇതിന് ഓസിലേറ്റ് ചെയ്യുക, എല്ലാ വേവ്സും ഓസിലേറ്റ് ചെയ്തുകൊണ്ടായിരിക്കും. നമ്മളിപ്പോ ഒരു കുളത്തിലൊരു കല്ലെറിയുവാണെങ്കിൽ നിങ്ങൾക്കറിയാം ഒരു റിപ്പിൾ ഉണ്ടാകുന്നുണ്ട്, റോളങ്ങൾ ഉണ്ടാകും. അപ്പം ഇലക്ട്രോ മാഗ്നറ്റിക് വൈദ്യുത കാന്തിക തരംഗങ്ങളും ഈ 3 ലക്ഷം കിലോമീറ്റർ പെർ മണിക്കൂറിൽ പോകുന്ന 3 ലക്ഷം കിലോമീറ്റർ പെർ സെക്കൻഡിലും ട്രാവൽ ചെയ്യുന്ന ഈ വൈദ്യുത കാന്തിക തരംഗങ്ങളും ഇതുപോലെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടായിരിക്കുന്നത്. ഒരു വെള്ളത്തിൽ ഒരു കല്ലിടുമ്പോൾ എങ്ങനെ ഓളം വരുന്നു അതുപോലെ ഓളം വെച്ചാണ് ഇതും പോകുന്നത്. അതിനകത്ത് വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകും, ഒരു മാഗ്നറ്റിക് ഫീൽഡ്. ഈ ഇലക്ട്രിക് ഫീൽഡ് എന്താണ്, മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്? നമ്മളൊരു കാന്തം എടുത്തിട്ട് ഒരു ഇരുമ്പ് കഷ്ണത്തിൽ വെക്കുമ്പോൾ ആ ഇരുമ്പ് കഷ്ണം കാന്തത്തിലോട്ട് അട്രാക്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? കാന്തിക മണ്ഡലം ഉണ്ട്. ആ മണ്ഡലം ഉള്ളത് കൊണ്ടാണ് ആ ഇരുമ്പിനെ അട്രാക്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മൾ കയ്യിൽ ഒരു സ്കെയിൽ ഉരച്ചിട്ട് നമ്മൾ ചെറിയ പേപ്പർ കഷ്ണങ്ങൾ അതിൽ ഒട്ടിച്ചെടുക്കും. എന്തുകൊണ്ടാ? അവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, സ്റ്റാറ്റിക് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയും. അവിടെ ഒരു വൈദ്യുത മണ്ഡലം ഉണ്ട്. ആ വൈദ്യുത മണ്ഡലം അതിനെ, ആ പേപ്പറിനെ അട്രാക്ട് ചെയ്യാൻ. അതുപോലെ വൈദ്യുത മണ്ഡലവും കാന്തിക മണ്ഡലവും ഒരുമിച്ച് ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യുന്നതാണ് വൈദ്യുത കാന്തിക തരംഗങ്ങൾ എന്ന് പറയുന്നത്. നമുക്കിതിനകത്ത് വൈദ്യുത കാന്തിക തരംഗങ്ങൾ പല ഫ്രീക്വൻസിയിലുണ്ട്. അതായത് ആവൃത്തി വളരെ കുറഞ്ഞത് മുതൽ ആവൃത്തി വളരെ കൂടിയ വരെയുള്ള ഇതുണ്ട്. ആവൃത്തി കൂടുന്നതിനനുസരിച്ച് അതിന്റെ എനർജി ലെവൽ കൂടും. അതായത് എക്സ്റേ, റേഡിയോ വേവ്സ്, മൈക്രോവേവ്, ഇൻഫ്രാറെഡ്, വിസിബിൾ. ഈ വിസിബിൾ എന്ന് പറയുന്നിടത്താണ് നമ്മുടെ പ്രകാശകിരണങ്ങൾ വരുന്നത്. ഇൻഫ്രാറെഡ്, വിസിബിളിന് താഴെ ആവൃത്തിയുള്ളതാണ്. അതാണ് നമ്മൾ തെർമോമീറ്ററിൽ ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മുടെ ശരീരത്തിന് ഹാംഫുൾ ആയിട്ട് അൾട്രാവയലറ്റ്, അത് നമ്മുടെ പ്രകാശകിരണങ്ങളെ കഴിഞ്ഞും എനർജി കൂടുതലുള്ളതാണ്. അതിലും എനർജി ഉള്ളതാണ് അൾട്രാവയലറ്റ്, എക്സ്റേസ്.
എക്സ്റേ അനാവശ്യമായിട്ട് എടുക്കരുത്, ശരീരത്തിന് ദോഷമുണ്ടാക്കും എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഓർഡർ നോക്കി ഇവയെ കഴിഞ്ഞ എല്ലാ എനർജി കൂടും. നമുക്ക് ശരിക്കും സൂര്യനെ പോലും നേരിട്ട് നോക്കാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ടാണ്? വിസിബിൾ ലൈറ്റ് തന്നെ കണ്ണിന് ഹാംഫുൾ ആണ്. അതുപോലെ അതിലും ഹാംഫുൾ ആണ് അൾട്രാവയലറ്റ്. അതിലും എനർജി ഉള്ളതാണ് എക്സ്റേ. അതിലും എനർജിയാണ് ഗാമാറ്. ഗാമാറ് എന്ന് ഒരിക്കലും നമ്മുടെ ശരീരത്തോട് കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ശരീരത്തിലെ കലകൾക്ക്, ടിഷ്യൂസിനും സെൽസിനും വരെ ഡാമേജ് ഉണ്ടാവും. ഈ കൂട്ടത്തിൽ നമ്മുടെ റഡാർ നിൽക്കുന്നത് ഈ മൈക്രോവേവ് റീജിയനാണ്. മൈക്രോവേവ് റീജിയൻ ഇതൊരിക്കലും നമ്മുടെ ശരീരത്തിന് ഹാംഫുൾ ആണ്. നമ്മുടെ വിസിബിൾ ലൈറ്റ് ഹാംഫുൾ ആകുന്ന അത്ര അതിലും താഴെയാണ് മൈക്രോവേവിന്റെ എനർജി ലെവൽ എന്ന് പറയുന്നത്. പിന്നെ ഒരു വേവിന്, ഒരു തരംഗത്തിന് ആവൃത്തിയുള്ള പോലെ തരംഗ ദൈർഘ്യമുണ്ട്. അതായത് വേവ് ലെങ്ത് എന്ന് പറയും. അപ്പൊ വേവ് ലെങ്തിനനുസരിച്ചിട്ടാണ് നമ്മുടെ ഒരു തരംഗം എത്രത്തോളം ദൂരേക്ക് പോകുന്നത്. വേവ് ലെങ്ത് കൂടുതലുള്ള തരംഗങ്ങൾക്ക് വളരെ ദൂര സ്ഥലങ്ങളിലേക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. ഒരു റേഡിയോ വേവ്സ് ആണ് അതിന്റെ തരംഗ ദൈർഘ്യം എന്ന് പറയുന്നത് ഏകദേശം നമ്മുടെ ബിൽഡിങ്ങുകളുടെ വലിപ്പം ഉണ്ടാവും. മൈക്രോവേവ്സ് ആണെങ്കിൽ, റേഡിയോ വേവ്സിനും മൈക്രോവേവ്സിനും ഇടയ്ക്കാണെങ്കിൽ നമ്മുടെ മനുഷ്യരുടെ വലിപ്പത്തിന്റെ അത്രയും വലിപ്പമുള്ള തരംഗ ദൈർഘ്യം ഉണ്ടാവും അതിന്. റഡാറിന് ഇപ്പം പറഞ്ഞ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തില് പലതരത്തിലുള്ള അതായത് പലതരത്തിലുള്ള വേവ്സിനെ നമ്മൾ റഡാറിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. കാലാവസ്ഥ റഡാറിന് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് LSKU എന്നീ ബാൻഡുകളാണ്. അതായത് ഈ ഫ്രീക്വൻസി 1 GHz മുതൽ ഏകദേശം 40 GHz വരെയുള്ള റഡാർ ഉപയോഗിക്കാറുണ്ട് നമ്മൾ. പിന്നെ ഒരു കാലാവസ്ഥ റഡാർ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് വെച്ചാൽ, ഇത് ഒരു സാധാരണ റഡാറാണ്. ഇതൊരു പാരബോളിക് ഡിഷ് ആന്റിന. നമ്മുടെയൊക്കെ പണ്ട് ടിവിക്ക് വേണ്ടി ഉണ്ടായിരുന്ന വലിയ ഡിഷ് ആന്റിന ഉണ്ട്. അതുപോലെ ഡിഷ് ആന്റിന ഉപയോഗിച്ച് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യും. ഇതൊരു ജലകണമാണ്, ഒരു വെള്ളത്തുള്ളിയാണ്. ഈ വെള്ളത്തുള്ളി തട്ടിയിട്ട് വളരെ ചെറിയ പോകുന്ന സിഗ്നൽ വളരെ വലുതാണ്, തിരിച്ചു വരുന്നത് വളരെ ചെറിയ സിഗ്നൽ ആയിരിക്കും. ആ സിഗ്നൽ ഇതേ ആന്റിന തന്നെ റിസീവ് ചെയ്തിട്ട് അത് പ്രോസസ് ചെയ്ത് അതിനെ മനസ്സിലാക്കി അതിനകത്ത് എത്രത്തോളം സ്ട്രെങ്ത് ഉണ്ട്, അതിന് ശക്തിയുണ്ട്, പിന്നെ അതിന്റെ ആവർത്തനത്തിന് മാറ്റം വന്നിട്ടുണ്ട്, അതൊക്കെ മനസ്സിലാക്കിയിട്ട് ഇതിനെപ്പറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വെള്ളത്തുള്ളിയുടെ വലിപ്പം എത്രയാണ്. ഇതൊരു വെള്ളത്തുള്ളിയുടെ ഒറ്റ തുള്ളിയുടെ അല്ലെങ്കിൽ ഇപ്പൊ ഒരു മഴയൊക്കെ ആണെങ്കിൽ ഒരു ഏരിയയിൽ കോടാനുകോടി തുള്ളി ഉണ്ടാവും. അതെല്ലാം ഇതുപോലെ നമ്മൾ തിരിച്ച് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് തിരിച്ചുവിടും. അത് നമ്മൾ സ്വീകരിച്ച് റിസീവ് ചെയ്ത് അതിനെ പ്രോസസ് ചെയ്ത് നമ്മൾ അതിനെപ്പറ്റി മനസ്സിലാക്കും. ഈ ഇമേജ് കാണിക്കുന്ന അതാണ്. ഈ ഒരു ക്ലൗഡിൽ നിന്നെല്ലാം മഴ പെയ്യുന്നു. മഴ പെയ്യുന്ന ജലകണങ്ങൾ ഈ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സിഗ്നലിനെ തിരിച്ചയക്കുന്നു. സ്കാറ്റർ ചെയ്യാന്ന് പറയും. റിഫ്ലക്ഷന് പകരം ഫിസിക്സിലെ ഒരു ടേം ഉണ്ട്, സ്കാറ്ററിംഗ് എന്ന് പറയും. സ്കാറ്ററിംഗ് ആണ് ശരിക്കും സംഭവിക്കുന്നത്. നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പവർ എന്ന് പറഞ്ഞാൽ 1 മെഗാവാട്ട്, അതായത് ഏകദേശം 1,00,000 വാട്ട് ട്രാൻസ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തിരിച്ചു കിട്ടുന്ന സിഗ്നൽ എന്ന് പറഞ്ഞാൽ 1 നാനോ വാട്ട് ആയിരിക്കും. 10⁻⁻⁹ വാട്ട്, വളരെ ചെറിയ കറണ്ട് അല്ലെങ്കിൽ സിഗ്നൽ സ്ട്രെങ്ത് നമുക്ക് തിരിച്ചു കിട്ടുള്ളൂ. അതിനെയാണ് പ്രോസസ് ചെയ്ത് നമ്മൾ ആ ഫിനോമിന, കാലാവസ്ഥയുടെ എന്താണ് അവിടുത്തെ അവസ്ഥയെന്ന് മനസ്സിലാക്കിയെടുക്കുന്നത്. ഫിനോമിനെ പറ്റി, വെതർ റഡാറിനെ പറ്റി ഒരു ചെറിയ വീഡിയോ ഉണ്ട്, ജസ്റ്റ് ഒന്ന് കണ്ടു. Forecasting severe weather, tornadoes, hail, and ice storms can protect Canadians and save lives. But accurate forecasts about what's happening in our atmosphere. Doppler weather radar is an important part of gathering this information. It works by sending out pulses of microwave energy and by listening as those pulses bounce back off objects in the atmosphere, such as raindrops, snowflakes, and hail. By comparing the data from one pulse to the next, movement can be seen within weather systems, allowing forecasters to detect speed and rotation of storms or identify wind shear, which is particularly important for aviation safety. Environment and Climate Change Canada is replacing its weather radar systems across the country with new, faster, more capable units in order to better inform Canadians about changing weather. The new radar use dual polarization, which means they send out vertical as well as horizontal pulses. This gives better information on size and shape of weather systems and enables forecasters to distinguish between raindrops, snowflakes, and hail, or even birds, bugs, and tornado debris. The new radar are also much more powerful, helping to see weather developing further away.
This is especially important for storms which may cause flooding, as less powerful radar are sometimes unable to detect beyond a close storm cell, and heavy rain from a following storm cell can be missed. The extended range on Canada's new Doppler weather radar will allow forecasters to detect and track dangerous weather like tornadoes earlier and over a larger part of Canada. Accurate and timely information about our weather helps us keep Canadians informed so they can make plans and stay safe. വീഡിയോ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇത്രേ ഉള്ളൂ. നമ്മുടെ ഇപ്പൊ ഉണ്ടാകുന്ന കാലാവസ്ഥ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്ന പെടുന്നതിനുള്ള വളരെ ശക്തമായിട്ടുള്ള മഴ, ഇപ്പൊ ഉണ്ടാകുന്ന പോലെയുള്ള ചുഴലിക്കാറ്റുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏറ്റവും പെട്ടെന്നും ഏറ്റവും ആക്യുറേറ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസ് റഡാർ മാത്രമാണ്. എല്ലാ രാജ്യങ്ങളും അവരുടെ റഡാർ നെറ്റ്വർക്ക് ഇൻക്രീസ് ചെയ്തുകൊണ്ട്, അതായത് കൂട്ടിക്കൊണ്ട് വരികയാണ്. ഇന്ത്യയില് 1999 സൂപ്പർ സൈക്ലോണിന് ശേഷമാണ് ശരിക്കും ഇന്ത്യയിലെ റഡാർ നെറ്റ്വർക്ക്, അതായത് നമ്മുടെ കാലാവസ്ഥ ഡിപ്പാർട്ട്മെന്റിലോട്ട് കൂടുതൽ റഡാർ നെറ്റ്വർക്ക് വന്നത്. ഇപ്പൊ ഏകദേശം 30-നോടടുത്ത് റഡാർ നമ്മുടെ ഇന്ത്യയിൽ ഒട്ടുക്കാതെ വെച്ചിട്ടുണ്ട്. അത് കൂടുതലും കിഴക്കൻ പടിഞ്ഞാറൻ കോസ്റ്റൽ ഏരിയാസിലാണ് കൂടുതലായിട്ട്. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മുടെ തീരപ്രദേശങ്ങളിലാണ് കൂടുതലായിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ കൂടുതലും നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞാൽ ചുഴലിക്കാറ്റുകളുടെ സ്വാധീനമുള്ള ഏരിയ ആണ്, സൈക്ലോൺ പ്രോൺ ഏരിയ ആണ് നമ്മുടെ. പ്രത്യേകിച്ച് അറബിക്കടലിലും നേരത്തെ ബംഗാൾ ഉൾക്കടലിലാണ് കൂടുതൽ ചുഴലിക്കാറ്റുകൾ വന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഈ അടുത്തായിട്ട് തന്നെ അറബിക്കടലിലും ചുഴലിക്കാറ്റിന്റെ പ്രഭാവം കൂടി വരുവാണ്. ഈ കഴിഞ്ഞ 3 ആഴ്ചയായുള്ളൂ ടൗട്ടെ എന്ന് പറഞ്ഞ ചുഴലിക്കാറ്റ് അറബിക്കടലിൽ ഫോം ചെയ്ത് പല സ്ഥലങ്ങളിലും കേരളത്തിൽ തീരപ്രദേശങ്ങളിൽ വൻ വിനാശമാണ് വരിച്ചത്. അതിൽ കൂടുതലായിരുന്നു മഹാരാഷ്ട്ര, ഗുജറാത്ത് അങ്ങനെയുള്ള തീരപ്രദേശങ്ങളിലും. അപ്പം ഈ ചുഴലിക്കാറ്റിനെ പറ്റി മുൻകൂട്ടി അറിയണമെങ്കിൽ നമുക്ക് റഡാറുകളെ ഇൻസ്റ്റാൾ ചെയ്തേ സാധിക്കുകയുള്ളൂ. പിന്നെ പലതരത്തിലുള്ള റഡാറുണ്ട്, അതിനെപ്പറ്റിയാണ് ഈ പറയാൻ പോകുന്നത്. ആദ്യം വിൻ പ്രൊഫൈലർ റഡാർ. വിൻ പ്രൊഫൈലർ നമ്മൾ ഇത്രയും നേരം കണ്ടതുപോലെയുള്ള ഒരു റഡാറേ അല്ല ഇത്. ഇതൊക്കെ പണ്ട് നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടായിരുന്ന യാഗി ആന്റിനകളുണ്ട്. പല കമ്പുകളായിട്ടുണ്ട്, ഒരു കമ്പ് മാത്രം വളഞ്ഞിട്ട് അതിൽ നിന്നൊരു വയറെടുത്ത് വീട്ടിലത്തെ ടിവിയുടെ പുറകെ കൊടുക്കുന്ന പഴയ തരത്തിലുള്ള ആന്റിനകളുണ്ട്. അതിന് യാഗി ആന്റിന എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള 100 കണക്കിന് ആന്റിനകൾ ഒരുമിച്ച് ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് ഫിസിക്സിൽ ഇനിയും കുട്ടികൾ മുന്നോട്ട് പോകുമ്പോൾ പഠിക്കും. ഇന്റർഫറൻസ്, കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് എന്നൊക്കെ പല ടേമുകൾ പഠിക്കും. അങ്ങനെയുള്ള ടെക്നോളജി ഉപയോഗിച്ച് നമ്മൾ അന്തരീക്ഷത്തിനെ സ്കാൻ ചെയ്യും. സ്കാൻ ചെയ്യുന്ന പറഞ്ഞാൽ ഒരു 20 കിലോമീറ്റർ വരെ പൊക്കമുള്ള 20 കിലോമീറ്റർ ഹൈറ്റ് വരെ അന്തരീക്ഷത്തിൽ ഓരോ ലെവലിലുള്ള വിൻഡ് എത്രയാണ്, കാറ്റിന്റെ വേഗത എത്രയാണ്, ഗതി എത്രയാണ്, പിന്നെ മഴയുണ്ടെങ്കിൽ ആ മഴയുടെ അളവ് എത്രയാന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ ഈ കാണിച്ചിരിക്കുന്ന ചിത്രത്തില് ആകെയുള്ള ആന്റിനകളുടെ എണ്ണം 619 ആണ്. ഇത് വിദേശ രാജ്യത്തൊന്നുമല്ല, നമ്മുടെ സ്വന്തം കൊച്ചിയിലാണ്. കൊച്ചി കുസാറ്റി ക്യാമ്പസിൽ വെച്ചിട്ടുള്ള വിൻ പ്രൊഫൈലർ റഡാർ, ST റഡാർ എന്ന് പറയും. സ്ട്രാറ്റോസ്ഫിയറിക് ട്രോപ്പോസ്ഫിയറിക് റഡാറാണ്, ST റഡാറാണ്. ഇത് ISROയും കുസാറ്റും കൊച്ചിൻ യൂണിവേഴ്സിറ്റിയും കൂടെ ചേർന്ന് ചെയ്തിട്ടുള്ള റഡാറാണ്. ഇതിന്റെ ഡേറ്റകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഇവിടെ പീഡവപാതി വരുന്ന സമയത്തും അല്ലെങ്കിൽ വലിയ മഴയൊക്കെ വരുമ്പോഴത്തേനും ഇതിന്റെ ഡേറ്റയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. എത്രത്തോളം കാറ്റുണ്ട്, കാറ്റിന്റെ ഗതി എന്താണ്. ഈ റഡാറിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നേരത്തെ കണ്ട റഡാറിലൊക്കെ അതിന്റെ ആന്റിന റൊട്ടേറ്റ് ചെയ്യണമായിരുന്നു. ഇത് റൊട്ടേറ്റ് ചെയ്യുന്നില്ല, ഇത് സ്റ്റേഷനറി ആയിട്ട് നിൽക്കുന്നതാണ്. പിന്നെ ഇതിന്റെ ഒരു ലിമിറ്റേഷൻ, ഇതിന് നേരെ മേലെയുള്ള അന്തരീക്ഷത്തെ മാത്രമേ അത് സ്കാൻ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ്. നമ്മൾ നേരത്തെ കണ്ട റഡാറൊക്കെ ആണെങ്കിൽ തന്നെ അത് റൊട്ടേറ്റ് ചെയ്യുന്ന റഡാറാണ്. നമുക്ക് നമ്മുടെ അന്തരീക്ഷത്തിന് ചുറ്റുപാടുമുള്ള മേഘങ്ങളുടെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിനത് പറ്റില്ല. പക്ഷെ ഇത്തരം റഡാറിന് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട് അറ്റ്മോസ്ഫിയറിക് സ്റ്റഡീസിൽ. പിന്നെ അടുത്താണ് എസ് ആൻഡ് സി ബാൻഡ് റഡാർ. എസ് ഞാൻ നേരത്തെ പറഞ്ഞു, ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിന്റെ ഇതിനകത്ത് ഞാൻ പറഞ്ഞായിരുന്നു പലതരത്തിലുണ്ട്. അതായത് ഇപ്പൊ പറഞ്ഞിട്ടുള്ള വിൻഡ് പ്രൊഫൈലർ റഡാർ ഈ UHF വരുന്നതാണ്, അൾട്രാ ഹൈ ഫ്രീക്വൻസി. ഇനി വരുന്ന സി ബാൻഡ് റഡാർ എന്ന് പറഞ്ഞാൽ 2 മുതൽ 4 GHz, 4 മുതൽ 8 GHz വരെയുള്ളതാണ് സി ബാൻഡ്. നമ്മൾക്ക് വീട്ടിൽ വൈഫൈ ഉപയോഗിക്കുന്നുണ്ട്. ആ വൈഫൈയുടെ റേഞ്ച് എന്ന് പറയുന്നത് ഈ 4-8 GHz ഇടയ്ക്കാണ്.
രണ്ട് തരത്തിലുള്ള 2-നും 4-നും ഇടയ്ക്കുള്ളതുണ്ട്, പിന്നെ 4-നും 8-നും ഇടയ്ക്കുള്ള ഫ്രീക്വൻസി. ആ ഒരു ഫ്രീക്വൻസിയിലുള്ള സിഗ്നൽ യൂസ് ചെയ്ത് പ്രവർത്തിക്കുന്നതാണ് എസും സി ബാൻഡും. ഈ രണ്ട് റഡാറുകൾ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് സൈക്ലോൺ, അതായത് ചുഴലിക്കാറ്റിനെ ഐഡന്റിഫൈ ചെയ്യാനും മനസ്സിലാക്കാനും അതിനെ ട്രാക്ക് ചെയ്യാനുമാണ്. അതുകൂടാതെ തണ്ടർസ്റ്റോം ക്ലൗഡ്സ് എന്ന് പറയുന്നത് വളരെ ഇടിയും മഴയാണ്. നമുക്ക് ഈ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ശരിക്കും മനസ്സിലായിട്ടുണ്ടാവും, പല സ്ഥലങ്ങളിലും വളരെ ശക്തമായ ഇടിയും ഭയങ്കര ശക്തമായിട്ട് മഴ പെയ്യും. 1 മണിക്കൂറൊക്കെ മഴ പെയ്യുമെങ്കിലും എല്ലാ ഭാഗവും വെള്ളം കൊണ്ട് നിറയ്ക്കുന്ന രീതിയിലുള്ള വളരെ ശക്തമായിട്ടുള്ള മഴ കിട്ടുന്ന തണ്ടർസ്റ്റോം ക്ലൗഡ്സ്. ആ തണ്ടർസ്റ്റോം ക്ലൗഡ്സിനെയും തണ്ടർസ്റ്റോം റെയിനിനെയും ഒക്കെ മനസ്സിലാക്കാനായിട്ടാണ് കൂടുതലായിട്ടും സി അല്ലെങ്കിൽ എസ് ബാൻഡ് റഡാറുകൾ ഉപയോഗിക്കുന്നത്. ഇവയുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇതിന് വളരെ അകലെ വരെ ഇതിന്റെ സിഗ്നലിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. അതിന് ഫ്രീക്വൻസി ശരിക്കും റഡാറിന്റെ ഫ്രീക്വൻസി കൂടുന്നതിനനുസരിച്ച് അതിന്റെ ആ സിഗ്നൽ പോകാൻ പറ്റുന്ന ദൂരം അത് കുറഞ്ഞു വരും. ഇത് നമുക്ക് 2 തരത്തിലുള്ള റേഡിയോ ഉണ്ട് നമ്മുടെയൊക്കെ വീടുകളിലാണെങ്കിൽ. FM റേഡിയോ, AM റേഡിയോ. AM റേഡിയോ കേട്ടിട്ടുള്ളവർക്ക്, ഇപ്പൊ പല കുട്ടികളും കേട്ടിട്ടുണ്ടാവില്ല, വീട്ടിലുള്ള മുതിർന്നവർക്കറിയാം. AM റേഡിയോ ആലപ്പുഴ എന്നുള്ള സ്റ്റേഷൻ ആണെങ്കിൽ പോലും കോട്ടയത്ത് കിട്ടും, അല്ലെങ്കിൽ എറണാകുളത്ത് കിട്ടും. അത് ഉപയോഗിക്കുന്ന ഫ്രീക്വൻസി എന്ന് പറഞ്ഞിട്ടുണ്ട് കുറഞ്ഞ ഫ്രീക്വൻസിയാണ്. അതായത് 500 കിലോ ഹെർട്സ് അല്ലെങ്കിൽ 1000 കിലോ ഹെർട്സിൽ താഴെ ആയിരിക്കും. അപ്പൊ അതിന്റെ ഫ്രീക്വൻസി കുറവാണ്. അതേസമയം നമ്മൾ FM, ഇപ്പൊ നമ്മൾ സിറ്റി ഏരിയയിൽ താമസിക്കുന്നവർക്ക് FM സ്റ്റേഷനുകൾ ഇഷ്ടംപോലെ കിട്ടും. പക്ഷെ സിറ്റി ലിമിറ്റ് കഴിഞ്ഞ് നമ്മളൊരു 30 കിലോമീറ്റർ 40 കിലോമീറ്റർ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് FM സ്റ്റേഷൻ ഒന്നും കിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് റേഞ്ച് കുറവാണ്. റേഞ്ച് കുറവാനുള്ള ഒരു കാരണം അതിന് ഉപയോഗിക്കുന്ന ഫ്രീക്വൻസി. അതിന്റെ ഫ്രീക്വൻസി AM ഫ്രീക്വൻസി കഴിഞ്ഞ് കൂടുതലാണ്. ഫ്രീക്വൻസി കൂടുന്തോറും അതിന് സഞ്ചരിക്കാൻ പറ്റുന്ന ദൂരം കുറഞ്ഞു വരും. കുറഞ്ഞു വരുന്നതിന്റെ കാരണം അതിന് എനർജി ഇല്ലാത്തത് കൊണ്ടല്ല, അന്തരീക്ഷമായിട്ട് അത് ഇന്റർഫിയർ ചെയ്യുമ്പോൾ ഉള്ള അറ്റനുവേഷൻ, അതായത് അതിനുണ്ടാകുന്ന നാശം കൂടുതലാണ് ഫ്രീക്വൻസി കൂടുന്നതനുസരിച്ച്. അപ്പം നമുക്ക് സൈക്ലോണ് അല്ലെങ്കിൽ വലിയ തണ്ടർസ്റ്റോം ക്ലൗഡ്സ് ഒക്കെ ഡിറ്റക്ട് ചെയ്യണം. അതും ഞാൻ പറഞ്ഞ കോസ്റ്റൽ ഏരിയയിലാണ് നമ്മൾ സൈക്ലോൺ ഡിറ്റക്ഷൻ റഡാർ വെക്കുന്നത്. അങ്ങനെയുള്ള റഡാർ കോസ്റ്റൽ ഏരിയ വെക്കുമ്പോൾ വളരെ അകലെ, ഇപ്പൊ 500 കിലോമീറ്റർ അല്ലെ 400 കിലോമീറ്റർ അകലെ വെച്ച് തന്നെ ഒരു സൈക്ലോൺ തുടങ്ങുമ്പോൾ നമുക്ക് അറിയാൻ പറ്റണം. അത്രയും അകലേക്ക് വരെ അതിന്റെ സിഗ്നലിനെ വിടാൻ പറ്റുന്ന റഡാർ ആയിരിക്കണം നമ്മൾ ഉപയോഗിക്കുക. അതുകൊണ്ട് കോസ്റ്റൽ സ്റ്റേഷനിൽ എസ് അല്ലെങ്കിൽ സി ബാൻഡ് റഡാറാണ് നമ്മൾ ഉപയോഗിക്കുക. ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന വലതുവശത്ത് കാണുന്നത് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ കൊച്ചിയിലെ റഡാറാണ്. ഞാൻ ആ റഡാർ ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്. ഇടതുവശത്ത് കാണിക്കുന്നത് തിരുവനന്തപുരം തുമ്പ ഇക്വറ്റോറിയൽ ലോഞ്ച് സ്റ്റേഷൻ, തുമ്പ ISRO തുമ്പ വിക്ഷേപണ കേന്ദ്രത്തിലുള്ള സി ബാൻഡ് റഡാറാണ്. ഇത് ഈ ചിത്രം കാണുമ്പോൾ തന്നെ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ ഇതിന് റഡോം എന്നാ പറയുന്നത്. ഇതിനുള്ളിൽ ഒരു ആന്റിന ഉണ്ട്. ഞാൻ നേരത്തെ കാണിച്ച ഇമേജുകളിൽ കണ്ട വലിയ ഡിഷ് ആന്റിന, അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ കവർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയൽ, പ്ലാസ്റ്റിക് അല്ല, പ്രത്യേക മെറ്റീരിയൽ ആണ്. ഫൈബർ റീഇൻഫോഴ്സ്, FRP എന്ന് പറയും, ഫൈബർ റീഇൻഫോഴ്സ്ഡ് പ്ലാസ്റ്റിക്. അങ്ങനെ മെറ്റീരിയലുള്ള ഒരു ബോളാണ്. ഈ 2 ബോളിന്റെ വലിപ്പം വരുന്നത് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കും. ഇത് ഈ ബിൽഡിങ്ങിന്റെ അത്രയും തന്നെ വലിപ്പമുള്ള വലിയൊരു ബോളാണ്. അതിന്റെ അർത്ഥം ഇതിനകത്തെ ആന്റിനയും അത്രയും വലുതായിരിക്കും. ഇത് ബിൽഡിങ്ങിന്റെ ടെറസിൽ ഉൾക്കൊള്ളുന്ന ഒരു ആന്റിനയാണ്. ശരിക്കും ഇതിന്റെ ഡയമീറ്റർ, അതായത് വ്യാസം എന്ന് പറയുന്നത് 5 മീറ്ററും ഇതിന്റെ വ്യാസം 12 മീറ്ററും. അപ്പം ഇതൊരു എസ് ബാൻഡ് റഡാറാണ്, ഇതൊരു സി ബാൻഡ് റഡാറാണ്. എസ് ബാൻഡ് റഡാർ ഫ്രീക്വൻസി കുറവാണ്, 2 GHz ആയിരിക്കും. സി ബാൻഡ് റഡാർ 4 അല്ലെങ്കിൽ 5 GHz ആയിരിക്കും. അങ്ങനെ ഫ്രീക്വൻസി കൂടുന്തോറും നമുക്ക് ആന്റിനയുടെ വലിപ്പം കുറഞ്ഞു വരും. ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സിഗ്നൽ പോകുന്ന ദൂരം കുറയും, പക്ഷെ ആന്റിനയുടെ വലിപ്പം കുറയും, ടോട്ടൽ ചെലവ് കുറവായിരിക്കും. അങ്ങനെ പല പല കാരണങ്ങളുണ്ട്. അപ്പം എസ് ബാൻഡ് റഡാറിനെ കഴിഞ്ഞ് ചെലവ് കുറഞ്ഞത് സി ബാൻഡ് റഡാറാണ്. അപ്പം ഒന്നെങ്കിൽ ഒരു എസ് ബാൻഡ് റഡാർ ഉപയോഗിക്കുന്ന സ്ഥലത്ത് നമുക്ക് 2 സി ബാൻഡ് റഡാർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ 2 അതിൽ കൂടുതൽ സി ബാൻഡ് റഡാർ ഉപയോഗിക്കാം. ഇനി അടുത്തത് എക്സ് ബാൻഡ്, അതായത് 8 GHz മേലെയുള്ളത്. ആ ആന്റിന ശ്രദ്ധിച്ചാണ്. ഇപ്പൊ 2 കണ്ട ആന്റിനയെ കഴിഞ്ഞും അല്ലെങ്കിൽ അതിനെ കഴിഞ്ഞും ചെറുതാണ്. കാരണം എന്തുകൊണ്ടാണ്? നേരത്തെ പറഞ്ഞ എസിനെ കഴിഞ്ഞ് ഫ്രീക്വൻസി കൂടുതലാണ് സിയെ കഴിഞ്ഞും ഫ്രീക്വൻസി കൂടുതലാണ് എക്സ്. ഈ എക്സ് ബാൻഡ് വരുന്ന സമയത്ത് നമുക്ക് നേരത്തെ പറഞ്ഞ ചുഴലിക്കാറ്റ് എവിടെയാണെന്നോ അല്ലെങ്കിൽ ചുഴലിക്കാറ്റിന്റെ ശക്തി എത്രയാണെന്നോ ഉള്ള ആ ഒരു ഉപയോഗങ്ങൾക്ക് മേലെ നമ്മളിപ്പോ ഒരു മഴയുണ്ടെങ്കിൽ ആ മഴയിൽ ഏത് തരത്തിലുള്ള മഴയാണ്, ഏത് തരത്തിൽ എന്ന് പറഞ്ഞാൽ വളരെ ശക്തിയുള്ള ഹെവി റെയിൻ ആണോ, അല്ലെങ്കിൽ ലൈറ്റ് റെയിൻ, ചെറിയ റെയിൻ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ക്ലൗഡ്, പലതരത്തിലുള്ള മേഘങ്ങളുണ്ട്. ആ മേഘങ്ങളിൽ പലതരത്തിലുള്ള പാർട്ടിക്കിൾസും ഉണ്ട്. അതായത് ഈ
നിങ്ങൾ മഞ്ഞ് പെയ്യുക എന്നൊക്കെ പറയും, അല്ലെങ്കിൽ ഐസ്, അതിനകത്തുള്ള ആലിപ്പഴം അല്ലെങ്കിൽ ഐസ് ക്രിസ്റ്റൽസ്. അതുപോലെ തന്നെ ഒരുപാട് സോളിഡ് ആയിട്ടുള്ള, അതായത് ഐസിന്റെ തന്നെ പല രൂപങ്ങളുണ്ട് ശരിക്കും മേഘത്തിനകത്ത്, വെറും ഐസ് മാത്രമായിട്ടല്ല. അങ്ങനെയുള്ള ഇതിനെ തരം തിരിച്ച് മനസ്സിലാക്കാനൊക്കെ നമ്മൾ ഈ എക്സ്പാൻഡ് റഡാർ ഉപയോഗിക്കും. അപ്പൊ എക്സ്പാൻഡ് റഡാർ കൂടുതലായിട്ട് നമ്മൾ റിസർച്ചിനാണ് ഉപയോഗിക്കുക. അതുകൂടാതെ പിന്നെ ഇതിന് റേഞ്ച് കുറവായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു എസിനെ കഴിഞ്ഞ റേഞ്ച് കുറവാണ് സിയെ കഴിഞ്ഞ റേഞ്ച് കുറവായിരിക്കും എക്സ്പാൻഡിന്. അപ്പം ഈ മലമുകളിൽ ഇപ്പൊ നമുക്ക് റഡാർ സ്ഥാപിക്കാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിൽ അത്രയും വലിയൊരു ബിൽഡിങ്ങോ അത്രയും വലിയൊരു റഡാർ അതിന്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതേസമയം നമുക്ക് വളരെ ഹില്ലി ആയിട്ടുള്ള ഏരിയ, എസ്പെഷ്യലി നമ്മുടെ രാജ്യത്തിന്റെ നോർത്ത് ഈസ്റ്റേൺ റീജിയൻ, ഹിമാലയൻ റീജിയൻ, അങ്ങനെയുള്ളിടത്തൊക്കെ ഇത്തരം റഡാർ വളരെ പെട്ടെന്ന് നമുക്ക് പറ്റും. അപ്പൊ അങ്ങനെയുള്ള റിസർച്ചിനും ഇതിനും ആണ് നമ്മൾ എക്സ്പാൻഡ് റഡാർ യൂസ് ചെയ്യുന്നത്. അപ്പൊ എക്സ്പാൻഡ് റഡാർ ശരിക്കും ഈ പറഞ്ഞ 3 റഡാറും നമ്മൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അവരുടെ ഡേ ടു ഡേ ഓപ്പറേഷന് വേണ്ടി ഉപയോഗിക്കുന്ന റഡാറുകളാണ്. ഇനി 1-2 റഡാർ പ്രോഡക്റ്റിനെ പറ്റി വളരെ ചെറിയ രീതിയിൽ ഞാൻ പറയാം. നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു റഡാർ പ്രോഡക്റ്റിന് റിഫ്ലക്റ്റിവിറ്റി എന്ന് പറയും. റിഫ്ലക്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ റഡാറിന്റെ ആന്റിന ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് തിരിച്ചു വരുന്ന സിഗ്നലിന് എത്രത്തോളം സ്ട്രെങ്ത് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കും. അങ്ങനെ മനസ്സിലാക്കും. ഞാൻ ആദ്യം എയർക്രാഫ്റ്റിന്റെ ഒരു അനിമേഷൻ കാണിച്ചിരുന്നു. അപ്പൊ അനിമേഷനിൽ എയർക്രാഫ്റ്റിനെ തട്ടിയിട്ട് സിഗ്നൽ തിരിച്ചു വരും. അത് നമ്മളൊരു ഓസിലോസ്കോപ്പ് അല്ലെങ്കിൽ ഒരു CRO ഇതിൽ പ്ലോട്ട് ചെയ്യുമ്പോഴത്തേനും അവിടെ ഒരു സിഗ്നൽ ലെവൽ കിട്ടും. അങ്ങനെയുള്ള സിഗ്നൽ ലെവൽ വെച്ച് നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും. അതായത് ആ സിഗ്നൽ സ്ട്രെങ്ത് കൂടുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അത് ആ ഒരു സിഗ്നൽ തന്ന ക്ലൗഡിന്റെ അളവ് കൂടുതലാണ്, അല്ലെങ്കിൽ അതിന്റെ സ്ട്രെങ്ത് കൂടുതലാണ്. അപ്പൊ എത്രത്തോളം സ്ട്രെങ്ത് ഉണ്ടോ അതിന് അത്രത്തോളം അത് മഴ അല്ലെങ്കിൽ അത്രത്തോളം ഇടി അങ്ങനെയുള്ള പ്രതിഭാസം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ ഈ ഒരു ഇമേജ് 2017 ഓഖി സൈക്ലോൺ വന്ന സമയത്ത് കൊച്ചി റഡാറിൽ നിന്ന് എടുത്തതാണ്. ഇതാണ് ഒരു സൈക്ലോണിന്റെ സ്ട്രക്ചറാണ് ഈ കാണുന്നത്. നടുക്ക് സൈക്ലോണിന്റെ കണ്ണ് അഥവാ ഐ എന്ന് പറയും. ചുറ്റുമുള്ളതെല്ലാം ശരിക്കും മഴമേഘങ്ങളാണ്. മഴമേഘങ്ങൾ മാത്രം നല്ല ഇടിയും തണ്ടറും ഒക്കെ ഉള്ള ഭയങ്കര സ്ട്രെങ്ത് ഉള്ള ക്ലൗഡുകളാണ്. അപ്പൊ ഇതിന്റെ കളർ കോഡ് കൊടുക്കും. അതായത് ഏറ്റവും കുറഞ്ഞ ശക്തിയുള്ളതിന് ഡാർക്ക് ബ്ലൂ മുതൽ ഏറ്റവും ശക്തിയുള്ളതിന് ഡാർക്ക് റെഡ് വരെ കളർ കൊടുക്കും. അപ്പൊ ഈ കളർ കൂടുന്നതനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാം അവിടെ നല്ല രീതിയിൽ മഴ പെയ്യും. ഇതിന്റെ ഈ ചുറ്റുഭാഗത്തുള്ള മഴ വളരെ കൂടുതലായിരിക്കും. അതേസമയം ഈ ലൈറ്റ് ബ്ലൂ കളർ ഉള്ള ഭാഗത്തുള്ള മഴ കുറവായിരിക്കും. ഇനി ഒരു പ്രോഡക്റ്റ് കൂടി ഞാൻ പറയാം. ഞാൻ പറഞ്ഞു നമ്മൾ റഡാർ പൊസിഷൻ മാത്രം. ഇത് റിഫ്ലക്റ്റിവിറ്റി ശരിക്കും നമുക്ക് തരുന്നത് ആ ഒരു പർട്ടിക്കുലർ വെതർ ഫിനോമിന, ആ ഒരു കാലാവസ്ഥാ പ്രതിഭാസത്തിന്റെ സ്ഥലം, ലൊക്കേഷൻ മാത്രമാണ് തരുന്നത്. അതേപോലെ അതിനകത്തുള്ള വേഗത, കാറ്റിന്റെ വേഗത മനസ്സിലാക്കുന്ന പ്രോഡക്റ്റ് ആണ് റേഡിയൽ വെലോസിറ്റി എന്ന് പറയും. ആ റേഡിയൽ വെലോസിറ്റി, ഇത് കേരളത്തിന്റെ മാപ്പാണ്. കേരളത്തിന്റെ അകലെ, ഇതും കൊച്ചിയിലുണ്ടായ ഓഖി സൈക്ലോണിന്റെ സമയത്ത് എടുത്തുള്ള ഒരു ഇമേജ് ആണ്. ആ റേഡിയൽ വെലോസിറ്റി ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഡാർക്ക് റെഡ് എന്ന് പറഞ്ഞാൽ വളരെ കൂടിയ വെലോസിറ്റി. ഇപ്പം നേരത്തെ റിഫ്ലക്റ്റിവിറ്റി പറഞ്ഞാൽ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കാറ്റിങ്ങനെ, ഒരു സൈക്ലോൺ ഇങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത് അല്ലെ. നമ്മുടെ ഘടികാരത്തിന്റെ എതിർ ഘടികാര ദിശയിലാണ് നമ്മുടെ ഇന്ത്യൻ ഓഷ്യൻ അല്ലെങ്കിൽ ബേ ഓഫ് ബംഗാളിന്റെ, അതായത് ഉത്തരാർദ്ധഗോളം, നമ്മൾ നോർത്തേൺ ഹെമിസ്ഫിയർ എന്ന് പറയും, വടക്ക്, അതായത് ഭൂമധ്യരേഖയ്ക്ക് വടക്ക് വശത്ത്. അപ്പം ഉത്തരാർദ്ധഗോളത്തിൽ ഉണ്ടാകുന്ന എല്ലാ ചുഴലിക്കാറ്റും എതിർ ഘടികാര ദിശയിലേ കറങ്ങുള്ളൂ, ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേ അത് കറങ്ങുള്ളൂ. അപ്പൊ അങ്ങനെ കറങ്ങുമ്പം കാറ്റിങ്ങനെ ചുറ്റുന്നതാണ് കാണുന്നത്. അപ്പം ഇവിടെ ഇങ്ങനെ കാറ്റിങ്ങനെ ചുറ്റി ഇവിടെ അങ്ങോട്ട് പോകുന്നു, ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇവിടെ ഉള്ള സ്പീഡ് തന്നെയായിരിക്കും ഇവിടെയുള്ള വെലോസിറ്റി തന്നെയായിരിക്കും കാറ്റിനുണ്ടാവുക. അപ്പം ഇത് നിങ്ങൾ ഇവിടെ വായിക്കാൻ സാധിക്കുമെങ്കിൽ മനസ്സിലാകും. ഇവിടെ നെഗറ്റീവ് സിമ്പിൾ കാണിച്ചിരിക്കുന്നു, ഇവിടെ പോസിറ്റീവ് സിമ്പിളാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ അളവ് ഒരേപോലെ ആയിരിക്കും. അപ്പൊ ഇവിടെ ഒരു 100 km/h കാറ്റുണ്ടെങ്കിൽ ഇവിടെയും 100 km ആയിരിക്കും. ഇവിടെ കാറ്റ് ഈ ദിശയിൽ, അതായത് റഡാറിന്റെ ദിശയിൽ വരുന്നു, ഇത് റഡാറിൽ നിന്ന് ദൂരോട്ട് പോകുന്നു. റഡാറിലോട്ട് വരുന്നതിന് നീല കളറിലും, ഇതിന് കോൾഡ് കളേഴ്സ് എന്നാണ് ശരിക്കും കളർ കോഡിങ്ങിൽ പറയുക. ഇതിന് വാം കളേഴ്സ് എന്ന് പറയും. തണുത്തതും ഇത് ചൂടുള്ള കളർ. അപ്പൊ നീല, വെള്ള എന്നൊക്കെ പറയുന്നത് തണുത്ത കളറുകളും റെഡ്, യെല്ലോ എന്ന് പറയുന്നത് വാം കളർ, ചൂടുള്ള കളറുകളായിട്ടാണ് പറയുന്നത്. അപ്പം റഡാറിലോട്ട് കാറ്റടിക്കുമ്പോൾ അത് നീല കളറിലും, റഡാറിൽ നിന്നും ദൂരെ കാറ്റ് മാറിപ്പോകുമ്പോൾ അതിനെ ചുവപ്പ് അല്ലെങ്കിൽ യെല്ലോ കളറിലും ആയിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി ഞാൻ നമുക്ക് ഇവിടെ ഓഖി സൈക്ലോൺ വന്ന സമയത്ത് ഉണ്ടായ ഒരു ആനിമേഷൻ കാണിക്കുക. എങ്ങനെയാണ് കൊച്ചി റഡാർ ആ സൈക്ലോണിനെ ട്രാക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം.
ഈ വട്ടം ചുറ്റുന്നതാണ് ശരിക്കും ചുഴലിക്കാറ്റ്. ഈ നടുക്കാണ് നമ്മുടെ റഡാർ ഇരിക്കുന്നത്. കൊച്ചി പൊസിഷനിൽ ഇരിക്കുന്നത്. ആ സൈക്ലോൺ കടന്നു പോകുന്നതും അത് ഏത് സ്ഥലത്തോട്ടാണ് പോകുന്നത്, എവിടുന്നാണ് വരുന്നത്, അതിന്റെ വേഗത എത്രയാണ്, അത് മൂവ് ചെയ്യുന്ന വേഗത. സൈക്ലോൺ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് ചുഴലിക്കാറ്റിന് 100-150 കിലോമീറ്റർ വേഗത എത്തിയിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. എന്നാൽ ഈ ചുഴലിക്കാറ്റ് 10 കിലോമീറ്റർ അല്ലെങ്കിൽ 15 കിലോമീറ്റർ പെർ അവറിലാണ് നീങ്ങുന്നതെന്നും പറയുന്നുണ്ട്. അപ്പം ഈ ചുഴലിക്കാറ്റിന്റെ 100 കിലോമീറ്റർ കാറ്റെന്ന് പറയുന്നത് ഇതിനെ ചുറ്റുന്ന കാറ്റും, പിന്നെ ഈ ചുറ്റുന്ന ചുഴലിക്കാറ്റ് നീങ്ങി പോകുന്നതിന്റെ വേഗതയാണ് ഈ 15 കിലോമീറ്റർ അല്ലെങ്കിൽ 20 കിലോമീറ്റർ എന്ന് പറയുന്നത് വളരെ പതുക്കെ നീങ്ങുക. അപ്പം പുറംകടലിൽ ഒരു ചുഴലിക്കാറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ അടുത്തോട്ട് കരയിലോട്ട് എത്തുന്നത് വളരെ പതുക്കെ ആയിരിക്കും. അത് എത്രത്തോളം കടലിൽ നിൽക്കുന്നുവോ അത്രത്തോളം അതിന്റെ ശക്തി കൂടിക്കൊണ്ടേയിരിക്കും. ഇനി നമുക്ക് 2018 വളരെ വലിയ പ്രളയം ഉണ്ടായത്, നൂറ്റാണ്ടിന്റെ പ്രളയം എന്ന് നമ്മളെല്ലാവരും വിശേഷിപ്പിച്ച പ്രളയം ഉണ്ടായി. നമ്മുടെ കേരളത്തിലെ 40 ഡാമുകളിൽ 37 ഡാമുകളും നിറയുകയും തുറക്കുകയും ചെയ്തു. ആ സമയത്തുണ്ടായിട്ടുള്ള മഴമേഘങ്ങൾ, അതിന്റെ ഒരു ആനിമേഷൻ കാണിച്ചു തരാം. ആഗസ്റ്റ് 12-ാം തീയതി മുതൽ ഏറ്റവും കൂടുതൽ മഴ നടന്നത് 14-ാം തീയതി 15-ാം തീയതിയുമായിരുന്നു ഓഗസ്റ്റില്. അപ്പം എവിടുന്നാണ് ക്ലൗഡ് വന്നത്, എത്രത്തോളം മഴ ഉണ്ടാക്കുന്ന ക്ലൗഡ് ആണ് എന്ന് കാണിക്കുന്ന ഒരു ആനിമേഷൻ ആണ് ഇത്. ഇത് 12-ാം തീയതി മുതൽ. ഇത് കേരളത്തിന്റെ മാപ്പാണ്, ഇത് കൊച്ചി. നിങ്ങൾക്ക് പറയാം അന്ന് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ വളരെ ശക്തമായിട്ടുണ്ടായിരുന്നു. ബേ ഓഫ് ബംഗാളിൽ ഒരു ന്യൂനമർദ്ദം ഉണ്ടായിരുന്നു. അതിന്റെ രണ്ടിന്റെ ഇൻഫ്ലുവൻസിൽ ഒരുപാട് മഴമേഘങ്ങൾ കേരളത്തിൽ കൂടെ പാസ് ചെയ്തിട്ടാണ് മഴ ഉണ്ടായത്. ഇപ്പൊ 13-ാം തീയതിയായി. 13 വരെ വലിയ മഴമേഘങ്ങളില്ല. 14-ാം തീയതിയായി. അപ്പോഴത്തേക്കും മഴമേഘങ്ങൾ കൂടി. വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും നല്ലപോലെ മഴ തുടങ്ങി. ഇതൊക്കെ മഴമേഘങ്ങളാണ്, വളരെ ശക്തമായിട്ടുള്ള മഴ. ഇതെല്ലാം റഡാറിനകത്ത് റെക്കോർഡ് ചെയ്തിട്ടുള്ള ഇമേജസ് ആണ്. 15-ാം തീയതി ആയപ്പോഴത്തേനും സെൻട്രൽ കേരള, സൗത്ത് കേരള, 15-ാം തീയതിയോടെ മുഴുവൻ കേരളം ചുറ്റിയിരുന്നു മഴമേഘങ്ങൾ കൊണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ആനിമേഷൻ വരുമ്പോഴത്തേനും നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ പറ്റും. ഒരു ഇമേജ് കഴിഞ്ഞ് അടുത്ത ഒരു തവണ സ്കാൻ ചെയ്ത് അടുത്ത സ്കാൻ വരുമ്പോഴത്തേക്കും മഴമേഘങ്ങളുടെ പൊസിഷൻ മാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അത് ഇത്ര വേഗതയിലാണ് വരുന്നത്. ഒരു 100 കിലോമീറ്റർ അപ്പുറം ഒരു മഴമേഘം നമ്മുടെ തീരത്തോട്ട് വരികയാണെങ്കിൽ ഒരു സ്കാൻ കഴിഞ്ഞ് ഓരോ 15 മിനിറ്റിൽ നമ്മൾ സ്കാൻ ചെയ്യും. അടുത്ത 15 മിനിറ്റിൽ ആ മേഘത്തിന്റെ പൊസിഷൻ 20 കിലോമീറ്റർ മാറിയിട്ടുണ്ടെങ്കിൽ വീണ്ടും ഇനി 80 കിലോമീറ്റർ വരാൻ 1 മണിക്കൂറേ ഉള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത്തരത്തിലുള്ള ഇൻഫർമേഷനും നമുക്ക് ഈ റഡാറിൽ നിന്ന് ലഭിക്കും. അങ്ങനെയാണ് നമ്മൾ 1 മണിക്കൂറത്തേക്ക് 2 മണിക്കൂറത്തേക്ക് ഇന്ന സ്ഥലത്ത് മഴ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പ്രവചിക്കുന്നത് ഇത്തരം റഡാറിന്റെ ഉപയോഗത്തോടു കൂടിയാണ്. ഇത്രയാണ് എനിക്ക് റഡാറിനെ പറ്റി നിങ്ങളോട് പറയാനുള്ളത്. ഇപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ ദയവായിട്ട് ചോദിക്കാം. സാറേ, സുനാമി ഡിറ്റക്ട് ചെയ്യാനുള്ള റഡാർ സിസ്റ്റം ഇപ്പൊ നമുക്ക് നിലവിലുണ്ടോ? സുനാമി ഡിറ്റക്ട് ചെയ്യാനുള്ള സുനാമി ശരിക്കും നമ്മൾ കാലാവസ്ഥ റഡാർ വെച്ച് ഇപ്പൊ ഞാൻ പറഞ്ഞ ഒരു ഡിവൈസ് വെച്ച് ശരിക്കും സുനാമി ഡിറ്റക്ട് ചെയ്യുന്ന റഡാർ അല്ല. ഇപ്പോഴത്തെ സ്ഥിതിയിൽ കേരളത്തിൽ ഇപ്പം കേരള അല്ല ഇന്ത്യയുടെ കോസ്റ്റൽ റീജിയനിൽ സുനാമി ഡിറ്റക്ട് ചെയ്യാനുള്ള റഡാർ ഇല്ല. അതേസമയം സുനാമി പോലുള്ള സംഭവങ്ങൾ ഡിറ്റക്ട് ചെയ്യുന്നത് മറ്റൊരു ഡിവൈസിലൂടെയാണ്. അതിന് ബോയ്സ് എന്ന് പറയും, ബൂയികൾ. അത് കടലിൽ പല സ്ഥലത്തും വെച്ചിട്ടുണ്ടാവും. അത് കടലിലെ തറയിൽ ആങ്കർ ചെയ്തിട്ടുള്ള ഒരു അത് വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്നുണ്ടാവും. അപ്പൊ വളരെ വലിയ തിരമാലകൾ വരുമ്പോഴത്തേനും ഇതിനകത്തുനിന്ന് സിഗ്നൽ തരും. എത്രത്തോളം അത് തിരയുടെ വലിപ്പമൊക്കെ അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കും. ഓരോ ബൂയി വെച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നത്. സാധാരണ രീതിയിൽ ഈ പറഞ്ഞിരിക്കുന്ന ഒരു റഡാറും സുനാമി ഡിറ്റക്ട് ചെയ്യാൻ ഉപയോഗിക്കാത്തതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഫ്രീക്വൻസി, നമ്മൾ ഉപയോഗിക്കുന്ന ഫ്രീക്വൻസിയിലുള്ള ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് വളരെ പെട്ടെന്ന് അറ്റനുവേറ്റ് ചെയ്തു പോകും. അപ്പൊ ഒരിക്കലും സീ സർഫസിലുള്ള വേവ്സിനെ ഡിറ്റക്ട് ചെയ്യാൻ ഇത് ഉപയോഗിക്കത്തില്ല. പക്ഷെ കാലാവസ്ഥ ഈ വേവ്സിനെ ഐഡന്റിഫൈ ചെയ്യുന്ന ടൈപ്പിലുള്ള റഡാറുകൾ ഉണ്ട്, നമ്മുടെ കോസ്റ്റൽ ഏരിയയിൽ വെച്ചിട്ടുണ്ട്.
കോസ്റ്റൽ സർവൈലൻസ് റഡാർ എന്ന് പറയും. അത് കോസ്റ്റ് ഗാർഡ് ഒക്കെ ഉപയോഗിക്കുന്ന റഡാർ ഉണ്ട്. അതിനകത്ത് ഇപ്പം ഫോറിൻ ഷിപ്പുകൾ വന്നാൽ ഐഡന്റിഫൈ ചെയ്യും. ഇതുപോലെ വലിയ തിരകൾ വന്നിട്ടുണ്ടെങ്കിൽ ഐഡന്റിഫൈ ചെയ്യും. സുനാമിക്ക് എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ആയിട്ടുള്ള റഡാർ അല്ല. നല്ല ചോദ്യമാണ്. സാറേ പറഞ്ഞു. തിരമാലകളുടെ വേഗത ഐഡന്റിഫൈ ചെയ്യുന്ന റഡാറുകളുണ്ടോ? തിരമാലകളുടെ വേഗത ഐഡന്റിഫൈ ചെയ്യുന്ന റഡാറുണ്ട്. ഞാനിപ്പോ പറഞ്ഞ റഡാറുകൾ അല്ല എന്നുള്ളൂ. കോസ്റ്റൽ സർവൈലൻസിന് ഉപയോഗിക്കുന്ന റഡാറുകളുണ്ട് തിരമാലകളുടെ വേഗത മനസ്സിലാക്കുന്നത്. അതിന്റെ ടെക്നോളജി സെയിം ആണ്. അപ്പൊ അതിന് ഉപയോഗിക്കുന്ന ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഈ ഫ്രീക്വൻസി ആയിരിക്കില്ലെന്ന് മാത്രം. സാർ പറഞ്ഞോളൂ. ഈ തിരമാലകൾ ഐഡന്റിഫൈ ചെയ്യുന്ന റഡാറുകള് റിമോട്ട് സെൻസർ റഡാറുകളാണോ? അതെ അതെ അതെ. റഡാറായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് റിമോട്ട് സെൻസിങ് ഡിവൈസ് ആയിരിക്കും. ഞാൻ പറഞ്ഞ ബൂയി എന്ന് പറയുന്നതുണ്ട്, ബൂയിസ്. അത് റിമോട്ട് സെൻസിങ് ആയിരിക്കും. അത് ഡയറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യുന്നതാണ്. റിമോട്ട് സെൻസർ റഡാർ എന്ന് പറഞ്ഞ ഒരു റിമോട്ട് സെൻസിങ് ഡിവൈസ് ആണ്. നമുക്ക് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഒരു വെബ്സൈറ്റ് ഞാനിപ്പം കാണിച്ചു തരാം. അപ്പൊ അതിനകത്ത് എങ്ങനെയാണ് റഡാർ ഇമേജസ് വരുന്നതെന്നും അതിനകത്ത് ആർക്കൊക്കെ ഇപ്പൊ ജനറൽ എല്ലാവർക്കും തന്നെ നമ്മുടെ ഇവിടെ ജനറേറ്റ് ചെയ്യുന്ന പ്രോഡക്ട്സ് ഇമേജസ് എല്ലാം ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ആ ഒരു വെബ്സൈറ്റ് എങ്ങനെയാണ്, ആ വെബ്സൈറ്റ് അതിനകത്ത് എന്തൊക്കെ പ്രോഡക്ട്സ് നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ ജസ്റ്റ് ഒന്നിപ്പം പ്രസന്റ് ചെയ്യാം. ഇതാണ് നമ്മുടെ വെബ്സൈറ്റ് mosam.imd.gov.in. അവിടെ വരുമ്പോൾ നിങ്ങൾ ഹോമിൽ വന്നു കഴിയുമ്പോൾ ആണ് IMD-യുടെ ഹോം പേജ്. ഹോം പേജിൽ വന്നു കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് പല ലിങ്കുകളുണ്ട്. ഇവിടെ റൈറ്റ് സൈഡിൽ സാറ്റലൈറ്റ് റഡാർ എന്നുണ്ട്. അപ്പം റഡാർ എന്ന് പറയുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. റഡാർ എന്ന് പറയുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ IMD ഓപ്പറേറ്റ് ചെയ്യുന്ന എല്ലാ റഡാറും അതിന്റെ ഇമേജസും ഏറ്റവും ഓരോ 20 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റിൽ ഇത് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. അങ്ങനെ വരുന്ന ഓരോ ഇമേജ് ഓരോ സ്റ്റേഷൻ, ഇപ്പൊ കൊച്ചിയുടെ സ്റ്റേഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൊച്ചി റഡാറിന്റെ ഇമേജ് കിട്ടും. കൊച്ചി റഡാറിൽ
ഇതാണ് ഇപ്പോഴത്തെ കൊച്ചി റഡാറിന്റെ ഇമേജ്. ഇതിനകത്ത് നോക്കി ഞാൻ നേരത്തെ പറഞ്ഞ ക്ലൗഡ്, ഇടുക്കി, നേര്യമംഗലം ആ ഭാഗത്തൊക്കെ ക്ലൗഡ് ഉണ്ട്. തിരുവനന്തപുരത്ത് ആ ഭാഗത്തൊക്കെ ഇവിടെ എല്ലാം മഴയുണ്ടാവും. പൊന്മുടി ആ ഭാഗത്തൊക്കെ മഴയുണ്ടാവും. തിരുവനന്തപുരത്തിന്റെ വളരെ സൗത്ത് ഏരിയയിലും ക്ലൗഡ് കയറി വരുന്നുണ്ട്. അവിടെ എല്ലാം മഴ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ ഒരു സൈക്ലോൺ ഉണ്ടാകുന്നു പറഞ്ഞിട്ടുണ്ടല്ലോ, സൈക്ലോൺ ഉണ്ടായിട്ടുണ്ടല്ലോ യാസ്. ആ ചുഴലിക്കാറ്റിന്റെ അറിയാനായിട്ട് പാരദ്വീപ്, ഒഡീഷയിലുള്ള പാരദ്വീപ് എന്ന് പറയുന്ന സ്ഥലത്തെ റഡാറിന്റെ ഇമേജ് എടുത്താൽ ഈ ഇമേജ് നോക്കിയാൽ മനസ്സിലായി. ഇവിടെയാണ് സൈക്ലോൺ ഫോം ചെയ്തേക്കുന്നത്. ഇത് റഡാറിന്റെ 500 കിലോമീറ്റർ ദൂരപരിധിയിലുള്ള ഇമേജ് ആണ്. ഇത് റിഫ്ലക്ടിവിറ്റി, ഇതെല്ലാം ക്ലൗഡ്സ് ആണ്, മേഘങ്ങളാണ് ഇതിനകത്ത് കാണുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെലോസിറ്റി, റഡാറിൽ കാറ്റിന്റെ വേഗത, ഇതിനകത്തെല്ലാം ആന്റി ക്ലോക്ക് വൈസിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. റഡാറിന്റെ ഇവിടെയാണ് പാരദ്വീപിലാണ് റഡാർ ഇരിക്കുന്നത്. ഇങ്ങനെയാണ് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഭാഗങ്ങളിലെല്ലാം റഡാറിലോട്ടാണ് കാറ്റ് വീശുന്നത്. അതുകൊണ്ട് ബ്ലൂ കളറിലും, ഇത് റഡാറിൽ നിന്ന് വിൻഡ് പോവാണ്. അപ്പം റെഡിഷ് കളർ, റെഡ് അല്ല യെല്ലോ അല്ല റെഡ്, വാം കളേഴ്സിലായിരിക്കും പറയുക. ഇത് കൂടാതെ IMDയുടെ തന്നെ റഡാർ മാത്രമല്ല, ഈ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് സാറ്റലൈറ്റ് ഇമേജും ലഭിക്കും. സാറ്റലൈറ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സാറ്റലൈറ്റ് ഇമേജ് ആണ്. അതിനകത്ത് നമുക്ക് ആ ചുഴലിക്കാറ്റിനെ കൃത്യമായിട്ട് കാണാൻ പറ്റും. ക്ലിക്ക് ചെയ്താൽ നമുക്ക് സൂം ചെയ്ത് കാണാൻ പറ്റും ഇപ്പോഴത്തെ ചുഴലിക്കാറ്റിന്റെ പൊസിഷൻ. ഇതുകൂടാതെ കൊച്ചിയില് IMD കൊച്ചി നമ്മുടെ ഒരു ലോക്കലായിട്ടൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ വെബ്സൈറ്റിനകത്ത് ഇപ്പം നമുക്ക് IMDയുടെ വെബ്സൈറ്റിൽ 7 ഇമേജ് റൈറ്റ് നൗ കൊടുക്കാൻ പറ്റുള്ളൂ. ഇതിനകത്ത് കൂടുതൽ ഇമേജസ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, പലതരത്തിലുള്ള ഇമേജസ്. നമുക്ക് ഓരോ സ്റ്റേഷൻ സ്പെസിഫിക് ആയിട്ടുള്ള ഇമേജുകൾ, എയർപോർട്ടിന് വേണ്ടിയുള്ളത്, സിറ്റിക്ക് വേണ്ടിയുള്ളത്, പിന്നെ ഡാമുകളുടെ ഏരിയയിൽ എത്രത്തോളം മഴ ഉണ്ടെന്ന് അത് മനസ്സിലാക്കാനായിട്ടുള്ള അങ്ങനെയുള്ള ഇമേജുകളൊക്കെ ഈ ലോക്കൽ വെബ്സൈറ്റിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓഡിയൻസ് താമസമുണ്ട്. ചെയ്തിട്ടുണ്ടോ?